विष्णुपदाय कृष्णपृष्ठाय എൻ്റെ വോളിയം ഒന്ന് കൂട്ടാൻ മതി. नमः विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामी निधि नामिने श्रीमदे भक्ति नमस्ते सरस्वती गौरवाणी प्रचारिणे निर्विशेषशून्या शास्त्रप्रदिशतारिणे नमस्ते सरस्वती जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम
Hare Krishna 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 Hare Hare Ram 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 Hare Hare. Hare Krishna Krishna Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare Hare Krishna 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 Hare 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 Rama Rama Hare Hare. Jaya Prabhu Bada Jaya Prabhu Bada Jaya Prabhu Bada Kila Prabhu Bada. Jaya Guru Deva Jaya Guru Deva Jaya Guru Deva Kila Guru Deva. Tajura Hari Bol Hari Bol Tajura Hari Bol. Na prova kali? Kerja. പാടിക്കും. കേൾക്കുന്നുണ്ട്. Namo Vishnupadaya Krishaya Srimate Bhakti Vedanta Swami Vishnupadaya Krishna Prestaya Srimate Vedanta Swami
सुनवा सत्य प्रभु Krishna Krishna Hare Hare Rama Hare Rama 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 Hare Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare Hare. Krishna Krishna Hare 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 Rama Hare Rama 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 Hare Hare. Govinda Jaya Jaya Gopala Jaya Jaya Radha Ramana Hare Govinda Jaya Govinda Jaya Jaya Gopala Jaya Jaya Radha Ramana Hare Govinda Jaya Jaya Gopala Govinda Jaya Jaya Gopala Jaya Radha Ramana Govinda Jaya Jaya Gopala Govinda Jaya Jaya Gopala Radha Ramana Hare Govinda. Krishna Hare Krishna Krishna Hare Hare Ram Hare Ram 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 Hare Hare Krishna Hare Krishna Krishna Hare Hare
ओम नमो भगवते वासुदेवाय। 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 ഹരേ കൃഷ്ണ. നമ്മളിവിടെ ഭഗവത്ഗീതയാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഞങ്ങളെല്ലാവരും ഇസ്കോൺ ടെമ്പിളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പള്ളിക്കൽ എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വളരെ അടുത്താണ്, നിങ്ങൾ വളരെ തൊട്ടടുത്താണ് അമ്പലം. ഇടയ്ക്കിടയ്ക്ക് വരാൻ ശ്രമിക്കാം. അവിടെ ഭഗവാന്മാരവിടെ ഇങ്ങനെ നിങ്ങളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ആർത്തി പൂണ്ടിരിക്കുവാണ് അല്ലെ. വളരെ മനോഹരമായിട്ടുള്ള ഡൈറ്റീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഞങ്ങളെ ഈ ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചതിലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഈ ഉത്സവ കമ്മിറ്റിക്കാരോടും ബാക്കി എല്ലാ ഭാരവാഹികളോടും ഭക്തജനങ്ങളോടും ഞങ്ങളുടെ അഹൈതുകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആ ഒരു നന്ദിയോടുകൂടി നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. അതില് 68ാമത്തെ ശ്ലോകം. യാ ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വാഭിജാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയഃ. യാ ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വ അഭിഭാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയഃ. യാ ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വ ആസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യസ്യ സംശയഃ. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഭാവാർത്ഥം ജയ ശില പ്രഭുപാദ് കി ജയ്. ഭഗവത്ഗീത ഭക്തന്മാർക്കിടയിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതാണ്. ഭക്തിയില്ലാത്തവർക്ക് ഭഗവത്ഗീതയെ പറ്റിയോ കൃഷ്ണനെ കുറിച്ചോ മനസ്സിലാവില്ല. കൃഷ്ണനെയും ഭഗവത്ഗീതയും അറിഞ്ഞ് അംഗീകരിക്കാത്തവർ ഭഗവത്ഗീതയ്ക്ക് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനം ചമയ്ക്കാൻ തുനിഞ്ഞ് അപരാധമേൽക്കരുത്. പരമപുരുഷനാണ് ഭഗവാനെ അറിഞ്ഞ് ആദരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഭഗവത്ഗീത വിവരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഭക്തന്മാർക്കുള്ള വിഷയമാണിത്. തത്വശാസ്ത്രത്തിൽ ഊഹാപോഹം നടത്തുന്നവർക്കുള്ളതല്ല.
ഭഗവത്ഗീതയെ യഥാർത്ഥ നിലയിൽ നിർവ്യാജം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഭക്തി പ്രവർത്തനങ്ങളിൽ മുന്നേറി ശുദ്ധഭക്തൻ എന്ന നിലയിലെത്തുന്നു. പവിത്രമായ ഭക്തിയുടെ ഫലമായി അവർ സ്വഭാവനമായ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുമെന്നുള്ളത് തീർച്ചയാണ്. ഓം അജ്ഞാനത്തിമിരന്തസ്യ ജനാർദ്ദന ശലാകയ ചക്ഷുരുന്മേലിതമനതസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ പൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനി നാമനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरि ओम തൽസത്. ഹരേ കൃഷ്ണ. നമുക്ക് ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ ഗുരുക്കന്മാരെ പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അനുവാദത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ഇന്ന് 68ാമത്തെ ശ്ലോകമാണ് ഞാനിവിടെ തിരഞ്ഞെടുത്തത്. യാ ഇദം പരമം ഗുഹ്യം മത് ഭക്തേഷു അഭിഷതി നചത് തസ്മാൻ മനുഷ്യേഷു തസ്മിൻ ചേത്രിയ ഉത്തമ. അല്ലെ, വളരെ രസാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ലെ, യാ ഇദം പരമം ഗുഹ്യം. ഗുഹ്യം എന്ന് പറഞ്ഞാല് വളരെ രഹസ്യമാണ്. അതായത് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമാണ്. അത് എന്താണ്, പബ്ലിക് അല്ല എന്നർത്ഥം. അല്ലെ, എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമല്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം കിട്ടുകയുള്ളൂ. അപ്പൊ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ഭയങ്കര രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ എന്റെ ഭക്തനോട് ആരാണ് പറയുന്നത്? മനുഷ്യരിൽ വേറെ ആരുമില്ല, എനിക്ക് പ്രിയപ്പെട്ടവരായിട്ട്. അല്ലെ, അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ആരെ കണ്ടാലും യാരെ ദേഖോ താരെ കഹോ കൃഷ്ണ ഉപദേശ്. അല്ലെ, ആരെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും ആർക്കെങ്കിലും കൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ പറയുന്നത്. ഭഗവാൻ തന്നെ പറയാം. അല്ലെ, ഭഗവത്ഗീതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് പറഞ്ഞതാണ്. അല്ലെ, വേറെ ഒരു ഗ്രന്ഥവും വേറെ ഒരു വേദങ്ങളും അങ്ങനെയില്ല. അല്ലെ, എല്ലാവരും ആരെങ്കിലും വ്യാസദേവനും അങ്ങനെയുള്ള മഹർഷിമാരൊക്കെ എഴുതിയതാണ് നമ്മൾ വായിക്കുന്നത്. ഈവൻ ഭാഗവതം പോലും അല്ലെ, അത് വ്യാസദേവൻ എഴുതിയതാണ്. അല്ലെ, അപ്പോ അതിന് അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഭഗവത്ഗീത അതിലൊക്കെ വേറിട്ട് നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാല് ഇത് വേറെ ആരും പറഞ്ഞാലും പിന്നെ ആരാ? ഭഗവാൻ തന്നെ പറഞ്ഞതാണ്. അപ്പൊ അതിന് അതിൻ്റെതായ പൊട്ടൻഷ്യൽ ഉണ്ട്, അതിൻ്റെതായ അതിന്റെ പ്രാധാന്യം ഉണ്ട് എന്നർത്ഥം. അല്ലെ, നമ്മളതില് ഓരോ വാക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ശ്ലോകം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെയും വായിക്കുമ്പോൾ അതിനകത്തൊക്കെ ഭഗവാൻ കൃഷ്ണനുണ്ട്. അല്ലെ, ആ കൃഷ്ണൻ വന്ന് നമ്മുടെ നാക്കിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുമെന്നാ പറയാം. മനസ്സിലായോ? എല്ലാരും ഭഗവാൻ അന്വേഷിച്ച് നടക്കും. ഭഗവാൻ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിൽ പകരം ഭാഗ്യം വേറെ ഉണ്ടോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെ, അപ്പോ ഈ ഓരോ ശ്ലോകത്തിനകത്തും ഭഗവാന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്, ഭഗവാൻ ഉണ്ട് അതിനകത്ത്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഭഗവാൻ തന്നെയാണ്. അല്ലെ, ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ സംസാരമായതുകൊണ്ട് അതിനകത്ത് ഭഗവാൻ തന്നെ ഉണ്ട്. ഭഗവാന്റെ ഗീതയാണ്, അതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അല്ലെ, അപ്പോ ഇനി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നാഹം വസാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേച്ച മദ് ഭക്തേ എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. നാരദനോട് പറയാണ് ഭഗവാൻ. എന്താണ് പറയുന്നത്? വിഷ്ണു ഭഗവാൻ നാരദനോട് പറയാണ്, അഹം, അതായത് ഞാൻ. അല്ലെ, നാ അഹം എന്ന് പറഞ്ഞാല് ഞാൻ ഇല്ല എന്നാണ്. അല്ലെ, അഹം എന്ന് പറഞ്ഞാൽ ഞാനാണ്. നാ അഹം എന്ന് പറഞ്ഞാല് ഞാനില്ല. ഞാൻ വൈകുണ്ഠത്തിൽ താമസിക്കുന്നില്ല. പറഞ്ഞ നമ്മളെല്ലാരും വിചാരിച്ചിരിക്കുന്ന ഭഗവാൻ വൈകുണ്ഠത്തുണ്ടെന്നാണ്. അല്ലെ, ആ ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? ഭഗവാൻ വൈകുണ്ഠത്ത് താമസിക്കുന്നില്ല. പിന്നെയോ യോഗികളുടെ ഹൃദയത്തിലും ഞാൻ താമസിക്കുന്നില്ല. അല്ലെ, ഈ യോഗികളൊക്കെ എന്താ ചെയ്യാ? 24 മണിക്കൂർ ഇങ്ങനെ ഇരുന്നിട്ട് ഭഗവാനെ സ്മരിക്കുകയാണ്. അല്ലെ, അവർക്ക് എന്തിനാ സ്മരിക്കുന്നത്? അതെന്തിനാ ഇങ്ങനെ തപസ് ചെയ്യുന്നത്? ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടിയാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, മഴയെന്നോ വെയിലൊന്നോ ഇല്ലാതൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഇരിക്കാൻ പോലും പറ്റത്തില്ല. അല്ലെ, ഒരു അരമണിക്കൂർ കൂടുതൽ അല്ലെ, നമുക്കിപ്പോ കസേര വേണം ഇരിക്കാനായിട്ട്. അപ്പോ യോഗികളുടെ ഹൃദയത്തിലും ഞാൻ വസിക്കുന്നില്ല. അത്രയും കഷ്ടപ്പെടുന്ന യോഗികളുടെ ഹൃദയത്തിൽ പോലും ആരില്ല, അദ്ദേഹമില്ല. എന്റെ ഭക്തന്മാർ എന്നെ കുറിച്ച് എവിടെ സംസാരിക്കുന്നുവോ അല്ലയോ നാരദ, ആ സ്ഥലത്ത് ഞാൻ ഉണ്ടാകുന്നതാണ്. കണ്ടോ? അപ്പൊ നിങ്ങളുടെ ഇടയിൽ എവിടെയോ ഇരിപ്പുണ്ട് ഭഗവാനോട്. അല്ലെ, കാര്യം എന്താണ്? നമ്മളെ ഭഗവാന്റെ കഥകളാണ് പറയുന്നത്, ഭഗവാന്റെ കാര്യമാണ് പറയുന്നത്. അല്ലെ, അത് കേൾക്കാൻ ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മളെ തന്നെ ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? നമുക്കൊരു സന്തോഷം തോന്നുന്നു, ഭയങ്കര സന്തോഷം തോന്നുന്നു. അല്ലെ, നമ്മൾ പോയി ഇരിക്കും, മാനത്തൊക്കെ പോയി ഇരിക്കും.
അതുകൊണ്ടാണ് മാറി തൊപ്പി വെച്ചിരിക്കുന്നത്, അപ്പൊ ഇരിക്കാതിരിക്കാൻ, അല്ലേ? അപ്പോ അതാണ് കാര്യം. അത് ആ ക്വാളിറ്റി ഒക്കെ നമുക്ക് എവിടുന്നാ വന്ന? ഭഗവാനിൽ നിന്ന് കിട്ടിയതാണ്. ഭഗവാന്റെ ക്വാളിറ്റീസേ ഉള്ളൂ നമുക്ക്, വേറെ എവിടുന്ന് നമുക്ക് കിട്ടാൻ വഴിയില്ല, അല്ലെ? നമുക്ക് എന്തുണ്ടെങ്കിലും അത് എവിടുന്നാ കിട്ടിയത്? ഭഗവാനിൽ നിന്ന് കിട്ടിയത്, അല്ലെ? ഈ മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നു, അത് എവിടുന്ന വന്നത്? ഭഗവാനാണ് തന്നത്, അല്ലെ? ഈ ഫാൻ നമ്മൾ ഉപയോഗിക്കുന്നു, അത് സുഖമായിട്ടിരിക്കുന്നു, അല്ലെ? അത് ആരെ തന്നത്? അതും ഭഗവാനെ തന്നു, അല്ലെ? ഈ അമ്പലത്തിന്റെ ഈ പ്രദേശങ്ങളൊക്കെ എല്ലാം ഭഗവാനാണ് തന്നത്. ഒന്നും ഭഗവാനിൽ അല്ലാത്തത് ഇല്ലാതാണ്, അല്ലെ? എല്ലാം ഭഗവാനിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഈ എന്താണ്, എന്റെ ഭക്തന്മാർ എന്നെ കുറിച്ച് എവിടെ നിന്ന് സംസാരിക്കുന്നുവോ അല്ലയോ നാരദ, ആ സ്ഥലത്ത് ഞാൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പോ അത് ഭഗവാൻ ഇങ്ങനെ നമുക്ക് ഉറപ്പ് തരികയാണ്. ശ്രീ ശങ്കരാചാര്യര് ഒരു ഒരു ചന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അദ്ദേഹം കണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ അദ്ദേഹം ഒരു ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ബലാസ്തവ ക്രീഡാസക്ത തരുണാസ്തവ തരുണീസക്ത വൃദ്ധാസ്തവ ചിന്താമാത്മ പരമേ ബ്രഹ്മണേ കോ അഭിലഗ്നോ. ആരും ചിന്തിക്കുന്നില്ല ഭഗവാനെ കുറിച്ച്, അല്ലെ? അതാണ് ഈ എന്താ പറയുന്നത്, ബലാസ്തവ ക്രീഡാസക്ത. ബല എന്ന് പറഞ്ഞാല് കൊച്ചുകുട്ടികൾ, അല്ലെ? കുട്ടികൾക്കൊക്കെ എന്താ താല്പര്യം? അവർക്ക് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുമോ? ഇല്ല. അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് കളിക്കണം. അവർക്ക് എത്ര കളിച്ചാലും മതിയാവത്തില്ല, അല്ലെ? അവർ എപ്പോ വിളിച്ചാലും കളിക്കണം എന്ന് പറയുന്നു. അപ്പൊ അവരിങ്ങനെ ആ ചന്തയിലൂടെ അദ്ദേഹം ഇങ്ങനെ ശങ്കരാചാര്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ കുട്ടികളൊക്കെ വളരെ ബിസിയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു അവരുടേതായ ലോകത്തിൽ. എന്നിട്ടോ ആൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ പെൺകുട്ടികളുടെ പുറകെ പോവാ, അല്ലെ? ഈ പെൺകുട്ടികൾ എവിടെയുണ്ടോ അവിടെ അതിന്റെ പുറകിൽ ആരുണ്ടാവും? ആൺകുട്ടികളുണ്ടാവും. അവരുടെ യൗവന കാലത്തുള്ള കാര്യമാണ്. വൃദ്ധന്മാരൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, അല്ലെ? അവരെന്താ ആലോചിക്കുന്നത്? വൃദ്ധന്മാര്, സമയം ഒരുപാട് കഴിഞ്ഞു, അല്ലെ? എനിക്ക് 85 ആയി, അല്ലെ? ഇനി എത്ര കാലം കൂടെ കിട്ടുമോ ഉണ്ടോ, അല്ലെ? ഇതൊരു 25 കൊല്ലം കൂടെ നീട്ടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, കുറച്ചുകൂടെ എനിക്ക് സുഖം ആനന്ദങ്ങളൊക്കെ അനുഭവിക്കാമായിരുന്നു എന്നാണ് ആര് വിചാരിക്കുന്നത്? വൃദ്ധന്മാര് വിചാരിക്കും, അല്ലെ? അവരിങ്ങനെ കൈ കൊടുത്തിരിക്കുകയാണ്. അപ്പോ സമയം എന്താണ് ആലോചിച്ചിരിക്കുകയാണ്, സമയം നിർവചനം, അല്ലെ? ഒരു കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ വിചാരിക്കാം? സമയം പോലെ അല്ലെ? സമയം പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് വിചാരിക്കും, അല്ലെ? എന്താണ് അവർക്ക്? വലുതാവണം, ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, മക്കളുണ്ടാവണം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് കൊച്ചു കുട്ടികൾക്ക്. വയസ്സായവരെന്താ വിചാരിക്കുക? സമയം പോലെ അല്ലെ? എന്നാണ് വിചാരിക്കുക. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. 60 വയസ്സ് വൃദ്ധന്മാർ പതുക്കെ പോയാൽ മതി എന്ന് വിചാരിക്കുന്നു. ഈ ബ്രഹ്മനെ പറ്റി ആർക്കും ചിന്തയില്ല, അല്ലെ? ഈ കണ്ടവർക്ക് ആർക്കും ഭഗവാനെ കുറിച്ചുള്ള ചിന്തയില്ല. പിന്നെ അവർക്കെല്ലാം ഇങ്ങനെ ഈ വഴിക്കുള്ള ചിന്തകളാണ് അവർക്ക് എപ്പോഴും ഒന്നും പറയുന്നത്, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ എന്താണ് നമ്മുടെ ശങ്കരാചാര്യ പറയുന്നത്. കലികാലത്തിന്റെ അതിപ്രഭാവം നമ്മൾ ഭക്തരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭക്തി കിട്ടൂ. അപ്പൊ ഭക്തി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മള് ഭക്തന്മാരുമായിട്ട് കൂടിച്ചേരണം, അസോസിയേറ്റ് ചെയ്യണം, അല്ലെ? കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു മുച്ചീട്ട് കളിക്കാരനാണ് നമ്മളെ കൂട്ടുകാരനെങ്കിൽ നമുക്ക് എന്താ തോന്നുക, അല്ലെ? എപ്പോഴും നമുക്ക് ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്, അല്ലെ? വാസ്തവല്ലേ? നല്ല ഇപ്പോ ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കും, അല്ലെ? ഏറ്റവും പുറകിലിരിക്കുന്ന കുട്ടികളൊക്കെ വാലുകളായിരിക്കും. അവരൊക്കെ വെറും പഠിക്കാത്തവർ, വെറും സാറിന്റെ അടി വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ്, അല്ലെ? എന്ത് ചോദിച്ചു വെച്ചാൽ അവർ നെടുക ഇങ്ങനെ തെങ്ങ് പോലെ കഴിച്ചു നിൽക്കും, ഒരു ഉത്തരവും പറയത്തില്ല. കാര്യം എന്താണ്? അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല. അവരിങ്ങനെ വാലത്തിനും കാണിക്കാനും വേറെ കാണിക്കാനും ബഹളം ഉണ്ടാക്കാനും വേണ്ടി വരുന്നവരാണ്, അല്ലെ? അപ്പൊ അവരുമായിട്ട് കൂട്ടുകൂടുന്നവരൊക്കെ എന്താ സംഭവിക്കുക? അവരൊട്ടും മാർക്ക് വാങ്ങിക്കില്ല. ഈ മാർക്കൊക്കെ കിട്ടുമ്പോൾ തന്നെ ഒരാൾ പറയും എനിക്ക് 3 മാർക്ക് കിട്ടിയെന്ന് പറയും 50-ല്, അല്ലെ? അപ്പൊ മറ്റവൻ ചിരിച്ചിട്ട് പറയും ഞാൻ നിന്നെ തോപ്പിട്ട് എനിക്ക് 2 മാർക്ക് കിട്ടിയെന്ന് പറയും. കാര്യം എന്താണ്? അവര് എത്രമാത്രം മാർക്ക് കുറച്ച് കിട്ടാൻ വേണ്ടി അതാണ് ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഫ്രണ്ടിലിരിക്കുന്ന പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ അടുത്തിരിക്കുന്ന എല്ലാവർക്കും അതേ സ്വഭാവം, അല്ലെ? അവർക്ക് താല്പര്യം പഠിക്കാനാണ്. അപ്പൊ അവര് പറയും എനിക്ക് 50-ൽ 48 കിട്ടിയുള്ളൂ, അല്ലെ? അപ്പൊ മറ്റവൻ പറയും ഇല്ല എനിക്ക് 49 കിട്ടി. അവർക്ക് അതിലാണ് താല്പര്യം, അല്ലെ? അപ്പൊ അവർ കോമ്പറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പഠിക്കാൻ വേണ്ടിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഈ കലിയുഗത്തിന്റെ അതിപ്രഭാവം നമ്മൾ ഭക്തരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭക്തി കിട്ടുള്ളൂ, അല്ലെ? ഇപ്പോ അതിലൊരു ഉദാഹരണം ഈ ആചാര്യന്മാരൊക്കെ പറയുന്നത് വെച്ചാല്, നമ്മള് ഈ ഗൾഫിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും. ഈ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാല് അവര് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ 2, 3, 4, 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അവർ ഗൾഫിൽ വരിക. പട്ടാളക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെ? അല്ലെ? അവര് വരുമ്പോ എന്താ ചെയ്യാ? എനിക്ക് വേണ്ടപ്പെട്ട എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും എന്റെ അമ്മയ്ക്കും എന്റെ അച്ഛനും, അല്ലെ? എന്റെ കുഞ്ഞമ്മയ്ക്കും എന്റെ ചിറ്റമ്മയ്ക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് വേണം? അവരെന്തെങ്കിലുമൊക്കെ പ്രസന്റ് മേടിച്ചിട്ട് അവര്, അല്ലെ? എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെ ഈ ഗൾഫിലുണ്ട്. അപ്പോ ഒരു ദിവസം
ഈ രണ്ട് കൂട്ടുകാർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അവര് ഈ എന്താണ് കച്ചട കളക്ട് ചെയ്യുന്നത്. കച്ചട എന്ന് പറഞ്ഞ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന, ഗാർബേജ് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ രാവിലെ നമ്മളൊക്കെ എണീക്കുന്നതിന് മുമ്പ് രാവിലെ 3 മണിക്കൊക്കെയാണ് അവർ വണ്ടി കൊണ്ടുവന്നിട്ട് ഇത് കളക്ട് ചെയ്തിട്ട് പോവുക, അല്ലെ? അപ്പോ ആ കച്ചടയുടെ മണമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതില്ലാതില്ല. നമുക്ക് അതിന്റെ വർക്കൂടെ പോയി നമ്മള് ബോധം വിട്ടു പോയി. പക്ഷെ അവർക്ക് അതില്ലെങ്കിൽ പറ്റത്തില്ല. ആ രീതിയിൽ ജീവിക്കുന്നവരാണ്. അവര് നാട്ടിൽ പോകാറാകുമ്പോഴത്തേന് അവരെന്ത് ചെയ്യും? രണ്ട് സുഹൃത്തുക്കളും കൂടെ ഈ കടകളൊക്കെ ഇരിക്കുന്ന ആ സ്ട്രീറ്റിൽ വന്നിട്ട് ഓരോ കടയിലായിട്ട് കയറുകയാണ്, അല്ലെ? കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും 2 വഴിക്ക് പോയി. കുറെ കഴിഞ്ഞ് മറ്റേ സുഹൃത്തുകാരൻ ഈ സുഹൃത്തിനെ അന്വേഷിച്ച് വരുമ്പോ ഒരു കടയിൽ നല്ല കൂട്ടം കാണുന്നു. അതെന്താ പറ്റിയെന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ബോധം കെട്ട് കിടക്കും അവിടെ കടയ്ക്കകത്ത്, അല്ലെ? അതൊരു പെർഫ്യൂം കടയായിരുന്നു. സംഭവിച്ചത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പെർഫ്യൂം ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവര് ഒരു ചെറിയൊരു പേപ്പർ, ഷീറ്റ് പോലത്തെ ഒരു പേപ്പറിൽ ഇങ്ങനെ പെർഫ്യൂം തട്ടിയിട്ട് മൂക്കിൽ മണപ്പിച്ചു കൊടുക്കും, അല്ലെ? ഇത് മണപ്പിച്ചത് പുള്ളി ബോധം കെട്ട് വീണത് ഒരുമിച്ച്. ഇയാളെ ഒരു വെള്ളം തളിക്കുന്നു, വെള്ളം കൊണ്ട് കൊടുക്കുന്നു, എന്തൊക്കെ ആകെ കുഴപ്പമായി, അല്ലെ? ആകെ പ്രശ്നങ്ങളായി. അവരങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഈ കൂട്ടുകാരൻ വരുന്നത്. കൂട്ടുകാരൻ വരുമ്പോ എന്ത് പറ്റി? അത് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, ഈ പെർഫ്യൂം ഒന്ന് മണപ്പിച്ചു കൊടുത്തതാ ഡെമോക്കട്ട് കിടക്കുന്നു, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും. അവർക്ക് പേടിയായിപ്പോയി, അല്ലേ? കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ മനസ്സിലായി. അയാൾ ഓടിപ്പോയി ആ തൊട്ടടുത്തുള്ള കച്ചറ ഡ്രമ്മിൽ നിന്ന് കുറച്ച് കച്ചറ എടുക്കുന്ന ഇയാൾ മൂക്കിൽ മണപ്പിച്ചാലും ഇയാൾ ചാടി അണിച്ച് തോന്നിച്ചു. കണ്ട, അതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ അസോസിയേഷൻ കിട്ടിയാലേ അവർക്ക് ജീവൻ കിട്ടുള്ളൂ. നല്ല അസോസിയേഷൻ, നല്ല പെർഫ്യൂം, സൂപ്പർ, അല്ലെ? നല്ല കൂടിയ ഒരു മുന്തിയ ഇനം പെർഫ്യൂമാണ് മണപ്പിച്ചുള്ളൂ, അത് ബോധം കിട്ടുള്ളൂ. അത് പുള്ളിക്ക് പറ്റത്തില്ല, അല്ലേ? അപ്പൊ അതാണ് അസോസിയേഷൻ എന്ന് പറയുന്നതിന്റെ ഉദാഹരണം. അന്ധകാലേക്ഷമാമേവ സ്മരൻ മുക്ത കലേബരം. ഭഗവാൻ പറഞ്ഞാണ് കേട്ടോ. അവസാന കാലത്ത് എന്നെ ഓർത്ത് മരിക്കണം. ഭഗവാന്റെ നാമം പറഞ്ഞ് മരിച്ചാലും മതി. കാരണം ഭഗവാനും നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ നമ്മള് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവരാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ കലിയുഗത്തിലെ മന്ത്രമാണത്. അത് മഹാമന്ത്രമാണ്. ആ മന്ത്രവും ഭഗവാനുമായിട്ട് വ്യത്യാസമില്ലെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, അല്ലെ? അപ്പോ അന്ധകാലേച്ചു മാമേവ സ്മരൻ മുക്ത കളേബരം എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ വെച്ചാല് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ അന്ത്യകാലത്ത്, ഇതിലിവിടെ ഇരിക്കുന്നവരാരെയും മരിക്കില്ല എന്ന് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലേ? എല്ലാവരും മരിക്കുമല്ലോ, അല്ലെ? പ്രഭു മരിക്കും. ബാക്കി എല്ലാവരും ഒരാൾ ഉറങ്ങിപ്പോയി. മരിക്കുവോ? മരിക്കോ? മരിക്കും. ആത്മാവ് വേണ്ട, ഞാൻ പ്രഭുവിന്റെ കാര്യം ചോദിച്ചാൽ, അല്ലെ? നമ്മളെല്ലാവരും മരിച്ചു, അല്ലെ? ആ മരിക്കുന്ന അവസരത്തില് അതൊരു സത്യമാണ്. നമ്മൾ ആരും വിഷമിച്ചിട്ട് കഥയില്ല. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് നമ്മൾ ഏതൊരു മരണം വിട്ട് പോയി കഴിഞ്ഞാലും എല്ലാവരും മരിച്ചു ഞാൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാം, അല്ലെ? പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കാൻ പറ്റുമോ നമുക്കറിയത്തില്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. ഭഗവാൻ വിചാരിച്ചാലേ നമുക്ക് കണ്ണു തുറക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്താ വിചാരിക്കുക? എന്റെ ക്ഷണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ തുറന്നഴിച്ചു വന്നതെന്നാണ്. ഒരിക്കലുമല്ല. ഭഗവാൻ വിചാരിക്കാതെ ഈ ഒരു പുൽക്കൊടി പോലും അനങ്ങത്തില്ല, അല്ലെ? ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യവും ഇവിടെ ഈ ലോകത്ത് സാധിക്കുന്നുള്ളൂ, അല്ലെ? അങ്ങനെ ഇരിക്കാൻ നമുക്ക് കണ്ണു തുറക്കാൻ പറ്റുമോ? അപ്പൊ എന്നത്തേക്കാണ് നമ്മുടെ കാര്യം വെച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ആ സമയം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അന്ധകാലേച്ചു മാമേകം, എന്നെ മാത്രം നീ സ്മരിക്കുക, നിനക്ക് എന്റെ ലോകത്തിലേക്ക് വരാമെന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ ആ സമയത്ത് അപ്പൊ നമ്മൾ വിചാരിക്കും ഞാനൊരു 1.5 പുള്ളിയാ, അല്ലേ? എനിക്കിനി ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇതുണ്ടാവുള്ളൂ, അതിന് ഞാൻ ഇപ്പോഴേ തന്നെ കഷ്ടപ്പെട്ടോന്ന് വിചാരിക്കും, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു മണിക്കൂർ പോലും ഉണ്ടോ എന്ന് നമുക്ക് ഗ്യാരണ്ടി ഇല്ല, അല്ലെ? അങ്ങനെയാണ്. അതാണ് വാസ്തവം, അതാണ് സത്യം. ലോകത്ത് ഒരു സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സത്യം, അല്ലേ അമ്മ? അതല്ലേ സത്യം? ശരി, അതാണ് സത്യം, അല്ലെ? കാര്യം എന്താണ്? നമ്മൾ എല്ലാവരും പോയേ പറ്റുള്ളൂ. ആ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവസാന നിമിഷം നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കണം, സ്മരിക്കണം. അതാണ് അന്ധകാലേച്ചു മാമേകം സ്മരൻ മുക്ത കളേബരം എന്ന് പറയുന്നത്, അല്ലെ? അത് നമ്മൾ പ്രാക്ടീസ് ആയാലേ പറ്റുള്ളൂ. ചില മിടുക്കന്മാർ പറയും വേണ്ട, എന്താണ് ഞാൻ അപ്പോൾ വിചാരിച്ചതെന്ന്. ഒരിക്കലും നടക്കില്ല. നമ്മൾ അതിനുവേണ്ടിയാണ് എപ്പോഴും സദാഹരിയായിട്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങനെ പോലെയാണ്, അല്ലെ? ഒരിക്കലും മിണ്ടാതിരിക്കില്ല. അതിനകത്തൊരു പെണ്ണോ ചിരിക്കണത്, അതിനകത്തൊരു പെൺകുട്ടിയോ, അതിനകത്തൊരു പുരുഷനോ, അല്ലെ? അതിനകത്തൊരു കുറച്ച് സ്വർണമോ, അതിനകത്തൊരു വീടോ, അതിനകത്തൊരു ലോണോ, കുറച്ച് പൈസയോ, ഒരു ജോലിയോ, എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലെ? ഓർമ്മയില്ലെങ്കിൽ ഞാനിന്ന് ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം? അവിയലായിരിക്കണോ,
അത് തോരനെടുക്കണം, അല്ലെ? എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ എപ്പോഴും ഇങ്ങനെ വന്നു. അത് നമ്മുടെ മനസ്സിന്റെ കുഴപ്പമാണ്. ആരും കുറ്റം പറഞ്ഞൊരു കഥയില്ല. അർജുനന് പോലും കൂടെ കിടന്നുറങ്ങുന്ന അർജുനന് പോലും അത് സാധിച്ചിട്ടില്ല, അല്ലെ? അർജുനൻ എന്താ പറഞ്ഞ? മനഃചഞ്ചലം കൃഷ്ണ എന്നാ പറഞ്ഞു, അല്ലെ? എന്റെ മനസ്സ് മിണ്ടാതിരിക്കുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ചിന്തകൾ വരുന്നു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ഞാൻ എന്താ പോകുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയ ആളാണ് ആര്? അർജുനൻ. അപ്പൊ പിന്നെ നമ്മളെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഭഗവാനെ നേരിട്ട് കണ്ട് കെട്ടിപ്പിടിച്ച് എപ്പോഴും കൂടെ നടക്കുന്ന ആൾക്കാരാണ്, അല്ലെ? ഒരു പാത്രത്തിൽ ആഹാരം കഴിച്ച് ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരാണ്. അങ്ങ് അദ്ദേഹത്തിന് അത് പറ്റില്ല എന്ന് നമ്മളെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്, അല്ലെ? അപ്പോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. നേരത്തെ നമ്മൾ ആ സമയത്ത് ചെയ്യാൻ വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. നിങ്ങളിപ്പോ അങ്ങനെ വഴിയേ പോകുമ്പോ ഒരിക്കലും നടക്കാതിരിക്കട്ടെ. എന്നാലും ഞാൻ പറയുക, ഒരു ഉദാഹരണത്തിന് വേണ്ടി, ഒരു കല്ലിത്തട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തായിരിക്കും വിളിക്കുക? എന്തായിരിക്കും വിളിക്കുക? അമ്മ എന്ന് വിളിക്കും. പിന്നെ ചിലർ അമ്മ എന്ന് വിളിക്കും, കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്താ വിളിക്കും? അയ്യോ എന്ന് വിളിക്കും. ഈ ഞാനീ കല്ലിവിടെ കൊണ്ടിട്ട് എന്ന് ചോദിക്കുള്ളൂ, അല്ലേ? നമുക്ക് ഒരിക്കലും അമ്മ എന്ന് വിളിക്കാനും ചിലപ്പോൾ വലിയ പേരായിരിക്കും. ആദ്യം അയ്യോ എന്നിട്ട് അമ്മ എന്ന് വിളിക്കും, അല്ലെ? കാര്യം എന്താണ്? ഓടുക എന്ന് സഹായിക്കാനായിട്ട്, അല്ലെ? ആദ്യം നമ്മൾ ശീലിച്ചത് എന്താണ്? അയ്യോ എന്ന് വിളിക്കാണ്. അയ്യോ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? കാലന്റെ ഭാര്യ. നല്ല ആവശ്യമുണ്ട്, അവർ മര്യാദ നടന്നു പോയിരുന്നു, വീട്ടിൽ വിളിച്ച് കേൾക്കുവാണ്, അല്ലേ? അവര് വീട്ടിൽ വന്നു കഴിഞ്ഞാല് വെറുതെ പോകത്തില്ല, ആരെങ്കിലും കൊണ്ടേ പോകത്തുള്ളൂ. വല്ല ആവശ്യമുണ്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട്. ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമം വിളിച്ചിരുന്നെങ്കിലോ നമുക്ക് എത്ര പുണ്യം കിട്ടും. അത് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ, സ്ഫുടമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നൈമിഷികമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശീലിച്ചേ പറ്റുള്ളൂ, അല്ലെ? വാട്ട് യു പ്രാക്ടീസ് യു ക്യാൻ ഡു എന്നാണ് ഇംഗ്ലീഷുകാരും പറയും, അല്ലെ? നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതേ നമ്മുടെ വായിക്കകത്ത് വരത്തുള്ളൂ, അല്ലെ? ഇത്രയും കാലം 10-55 കൊല്ലമായിട്ട് നമ്മൾ വേറെ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അതേ വരത്തുള്ളൂ, അല്ലെ? അത് മാറ്റിയിട്ട് വേണം നമ്മൾ അത് മാറ്റി വെക്കാനായിട്ട്. പിന്നെ നാമരൂപ കലികാലേ കൃഷ്ണ അവതാര. കലികാലത്തിൽ ഭഗവാൻ നാമത്തിന്റെ രൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പോ ഭഗവാന്റെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ ഇക്വലന്റ് ആണെന്ന് അർത്ഥം, സെയിം ആണെന്ന് അർത്ഥം. നമ്മുടെ അനർത്ഥങ്ങൾ എന്തൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇത് പോയി കിട്ടിയാൽ ഈ ലോകം സത്യലോകമായി, അല്ലെ? ഇതൊന്നുമില്ലാത്ത ഒരാൾ എന്താണ്? സത്യലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് അർത്ഥം. സത്യലോകത്തിൽ 100% ആൾക്കാരും 100% ആൾക്കാരും റിലീജിയസ് ആയിരുന്നു, അല്ലെ? അവര് ഭഗവാനെ സ്മരിച്ചിരുന്നവരാണ്. അത് ത്രേതായുഗത്തിൽ വന്നപ്പോ, രണ്ടാമത്തെ ത്രേതായുഗല്ലേ, ആ ത്രേതായുഗത്തിൽ വന്നപ്പോ എത്ര ശതമാനമായി മാറി? 75%. പിന്നെ 25% ഭൗതികമായി മാറി എന്നർത്ഥം, അല്ലെ? അത് കഴിഞ്ഞിട്ട് ദ്വാപര യുഗത്തില് അത് 50% മാറി. താങ്ക് യു. അപ്പോ ത്രേതായുഗത്തില് 75%, ദ്വാപര യുഗത്തില് അത് 50%. കലിയുഗത്തിലോ അത് 25% മാറി. 25% നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഭഗവത് സ്മരണയുള്ളൂ. ബാക്കി മുഴുവൻ എന്താണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, അല്ലെ? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നർത്ഥം. ഇനി ഭഗവാൻ ഉവാച അനർദ്ധൗഭാസമാം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ. ശ്രീമദ് ഭാഗവതം പറയുന്നതാണ് അധോക്ഷജേ, അല്ലെ? അതായത് ഒരിക്കലും ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അല്ലെ? അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയോഗം ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ ആൾക്കാർ പറയും എനിക്ക് കൃഷ്ണനെ അറിയാം, എത്ര അറിയും, അല്ലെ? നമ്മളെ ഇപ്പോ നിങ്ങള് ഈ ഭഗവത്ഗീത വായിക്കണം അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് എല്ലാം അറിയാം, കൃഷ്ണനല്ലേ, അല്ലെ? അവിടെ ഗോലോക വൃന്ദാവനത്തില് ഈ ഗോപികമാരെ പുറകെ ഓടി നടന്നവരല്ലേ, വസ്ത്രം മോഷ്ടിച്ച ആളല്ലേ, അല്ലെ? കാളിയ മർദ്ദനം ചെയ്ത ആളല്ലേ? അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഒന്നും അറിയത്തില്ല, മനസ്സിലായല്ലേ? അത്രേ ഉള്ളൂ. ഭഗവാന്റെ കാര്യം ഇങ്ങനെ കിടക്കാണ്, ഓഷ്യൻ കണക്കിന്, അല്ലെ? സമുദ്രം പോലെ കിടക്കുവാണ്. അപ്പൊ ബ്രഹ്മദേവൻ പറയുന്നത്, ബ്രഹ്മദേവൻ ആരാണ്? ആദ്യത്തെ സൃഷ്ടിയാണ് ആര്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് പോലും പറയുന്നത് എന്താണ്? ബ്രഹ്മദേവൻ അച്ഛനമ്മയുണ്ടോ? ഇല്ല, അച്ഛനമ്മയൊന്നും ഇല്ലാത്ത ആദ്യത്തെ സൃഷ്ടിയാണ് ആര്? ബ്രഹ്മദേവൻ. അത് മാത്രമല്ല അദ്ദേഹത്തിനാണ് എല്ലാ ജ്ഞാനവും കിട്ടിയത്. തേനേ ബ്രഹ്മഹൃദയെ ആദികവയെ എന്നൊരു ശ്ലോകമുണ്ട്. അതില് ബ്രഹ്മാവിനാണ് മുഴുവൻ ജ്ഞാനവും കിട്ടിയത്. ആര് കൊടുത്തത്? ഭഗവാൻ കൊടുത്തത്. കാര്യം ആദ്യത്തെ സൃഷ്ടി വേറെ ആരും ഇല്ല, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പോ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ജ്ഞാനം കൊടുത്തത് ആർക്കാണ്? ബ്രഹ്മാവിനാണ്. അപ്പൊ ആ ബ്രഹ്മാവ് പറയുന്നത് ജനന്ത ഏവ ജനന്ത കിം ബഹു ക്യാനേന പ്രഭു
മനസ്സോ വപുസോ വാചോ വൈഭവം തവ ഗോചര. ഭഗവാനെ അറിയുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനസ്സോ വപുസോ വാചോ, നമ്മൾ മനസ്സോ വാച കർമ്മ എന്ന് പറയില്ല, അതുപോലെ എന്റെ മനസ്സുകൊണ്ട് എന്റെ ശരീരം കൊണ്ട് വാക്കുകൾ കൊണ്ടും വൈഭവം തവ ഗോചര, ഭഗവാന്റെ ഒരു അംശം പോലും മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആരാ പറഞ്ഞേ? ബ്രഹ്മദേവൻ പറഞ്ഞു. ബ്രഹ്മദേവൻ എന്താ പറഞ്ഞത്? ഞാൻ എപ്പോഴും താഴോട്ട് നോക്കിയാൽ കാണുന്ന ആരെയാണ്? ഭഗവാനാണ് കാണുന്നത്. ഈ താമരമൂട്ടിൽ മുകളിൽ ഇരിക്കുവല്ലേ, എപ്പോ നോക്കിയാലും താഴെ കാണുന്ന അദ്ദേഹത്തിന്. സദാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ 1% അറിയാം. പിന്നെ ഇവരൊക്കെ എന്തറിയാമെന്നാണ് പറയുന്നത് എന്നാണ് ആര് ചോദിക്കുന്നത്? ബ്രഹ്മദേവൻ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് കൃഷ്ണനെ അറിയാമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? അപ്പോൾ ഈ അനർത്ഥങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ഭക്തിയോഗം, അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഭഗവാനെ സ്മരിക്കണം, ഭഗവാനെ പൂജിക്കണം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം, അല്ലെ. അതിൽ ഏറ്റവും പ്രധാനമാണ് എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. നമ്മൾ എന്താ ചെയ്യാച്ചാല്, നമ്മളിപ്പോ ഹരികൃഷ്ണ മഹാമന്ത്രം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഉറക്കെ പറയണം. ഉറക്കെ പറഞ്ഞാലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അല്ലെ. കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മുടെ ഉള്ളിൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് അഴുക്കുണ്ട്. ആ അഴുക്ക് വൃത്തിയാവണമെങ്കിൽ ഈ മന്ത്രം ഈ ചെവിയിലൂടെ പോയിട്ട് നമ്മുടെ ഹൃദയത്തിൽ ചെന്ന് അത് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? അതിനാണ് നമ്മൾ ഉറക്കെ പറയുകയും ഇത് കേൾക്കുകയും ചെയ്യുന്നത്. അതാണ് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, വേറെ ആരെങ്കിലും സ്മരിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അല്ലെ. അവിടെ ക്ലിയറായി നമ്മളെ സ്വഭാവർക്ക് നന്നായിട്ട് അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു സ്മരണം, ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മളെ ജപിക്കണം, അല്ലെ, ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ നമ്മുടെ അവബോധം മാറും. എങ്ങോട്ട് മാറും? കൃഷ്ണ അവബോധത്തിലേക്ക് മാറും. ഇപ്പോൾ നമ്മള് മെറ്റീരിയൽ ഭൗതികമായിട്ടുള്ള അവബോധത്തിലാണ്. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയാണ് നാം പരക്കം പായുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രയാസങ്ങൾ. പ്രഭുപാദർ അമേരിക്കയിൽ പോയി അവിടെയുള്ള ഹിപ്പികളെയൊക്കെ ഹാപ്പിയാക്കി. എങ്ങനെ? ജസ്റ്റ് നാമം മന്ത്രമുണ്ട്. അപ്പോ ആരാണോ ഈ നാമം ജപിക്കുന്നത് അവരെല്ലാവരും തന്നെ എന്താവും? അവര് അല്ലെ ഭഗവാന്റെ ഭക്തരാകുന്ന അർത്ഥം. നമുക്ക് എളുപ്പം ഭക്തം കിട്ടും, നമ്മുടെ അനർത്ഥങ്ങളൊക്കെ മാറി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അർത്ഥം, അല്ലെ. അപ്പൊ നമ്മൾ ആശുപത്രിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അസുഖങ്ങൾ വരാതിരിക്കാനും ആശുപത്രി പോകാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ഹരേകൃഷ്ണ നാമമന്ത്രം പറഞ്ഞാൽ മാത്രം മതി. നമ്മുടെ ഈ ഇന്ദ്രിയ തൃപ്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥയുണ്ട്. അതായത് ഒരു രാജാവ്, ഒരു വലിയ രാജാവാണ്. അദ്ദേഹം തൊട്ടടുത്തുള്ള 99 രാജ്യങ്ങൾ കീഴടക്കി. ഇനി ഒരു രാജ്യമുണ്ട്. ആ രാജ്യം 2 പ്രാവശ്യം യുദ്ധത്തിന് പോയിട്ടും തിരിച്ചു വരേണ്ടി വന്നു, കീഴടക്കാൻ പറ്റിയില്ല. അപ്പോ രാജാവ് രാവിലെ എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ആ രാജ്യം കൂടെ 99 രാജ്യം അദ്ദേഹത്തിന്റെ രണ്ടിലുണ്ട്, അത് പോരാ, ആ ഒരെണ്ണം കൂടെ കിട്ടണമെങ്കിലേ മനസ്സമാനം കിട്ടുള്ളൂ, സന്തോഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുവാണ്. എപ്പോഴും ഇങ്ങനെ തടി കൈ കൊടുത്തിരിക്കും, അല്ലെ. അപ്പോ ഒരു ദിവസം ഒരു സ്വീപ്പർ, അതായത് ഈ അവിടെ തൂത്ത് വൃത്തിയാക്കുന്ന ആള് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ തൂക്കിന് കണ്ടപ്പോ ഈ രാജാവിന് തോന്നി, ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഈ ലോകം മുഴുവൻ ഞാനാണ് ഭരിക്കുന്നത്, എനിക്കില്ലാത്ത സംഭവം ഈ സന്തോഷം എവനെങ്ങനെ കിട്ടി എന്നുള്ള ഒരു സംശയം മന്ത്രിയോട് ചോദിക്കണം, അല്ലെ, ഇയാളൊക്കെ എങ്ങനെയാണ് ഇത്രയും സന്തോഷം വരുന്നത്? അപ്പൊ മന്ത്രി പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം, നാളെ എന്റെ ഉത്തരം തരാം എന്ന് പറഞ്ഞിട്ട് പ്രഭു അദ്ദേഹത്തിന് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. ഈ രാത്രി ഈ മന്ത്രി എന്താ ചെയ്തെച്ചാല് ഒരു പണക്കിഴിയില് 99 സ്വർണ്ണ നാണയങ്ങള് കെട്ടിവെച്ചിട്ട് ഈ ജോലിക്കാരന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. എത്ര? 99 സ്വർണ്ണ നാണയങ്ങൾ, 100 ഇല്ല, 150. ഇയാൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഓടിക്കിടന്നു. ഈ ജോലിക്കാരൻ, ഈ തൂത്തോണ്ടിരുന്ന തൂപ്പുകാരൻ വന്ന് അയാളുടെ വീട്ടിലെ ഫ്രണ്ടിലെ ഡോർ തുറന്നപ്പോ ഒരു പണക്കിഴി ഇരിക്കുന്നു, അല്ലെ. അയാൾ ഓടിയെടുത്ത് അകത്തോണ്ട് കൊണ്ടുവച്ചിട്ട് എണ്ണാൻ തുടങ്ങി, അല്ലെ. അപ്പൊ ഭാര്യയും വന്നു കൂടെ എണ്ണാനായിട്ട്. അപ്പോ എണ്ണി എത്ര പ്രാവശ്യം എണ്ണി നോക്കി 99 കാണുന്നു. 99 ആരും വെക്കില്ല, ഒരെണ്ണം നീ എടുത്തല്ലേ. അവര് തമ്മിൽ ഗംഭീര അടിയായി, അല്ലെ. ഇപ്പൊ വീട്ടിലെന്തെങ്കിലും കണ്ടില്ലെങ്കിൽ നമ്മൾ ആരെ പറയാ? ആദ്യം ഭാര്യ പറയും ഭർത്താവിനെ എടുത്തത് പറയും, അല്ലെ. അവര് തമ്മിൽ അടിക്കാൻ വേറെ വല്ല വഴി വേണോ? നമ്മൾ വീട്ടിലെല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളല്ലേ, അല്ലെ. അവർ തമ്മിൽ ഭയങ്കര അടിയായി. നീ എവിടെയോ കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുകയാണ്, നിന്റെ സഹോദരന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്, ഇന്നലെയൊക്കെ എടുത്തിട്ട് നമ്മൾ. ഇയാൾ അവിടെ വീട് മുഴുവൻ തപ്പിയിട്ട് ആ ഒരെണ്ണം കണ്ടു. 99 സ്വർണ്ണ നാണയം ആരത്തിരിക്കുവാണ്. അയാൾ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും കിട്ടാത്ത ഒരു കാര്യമാണ് അങ്ങനെ കിട്ടിയത്. അതിലെ തൃപ്തിയല്ല. അയാൾ എന്ത് ചെയ്യണം? ആ ഒരെണ്ണം നഷ്ടപ്പെട്ട ഒരെണ്ണം കൊടുത്തിനെ അന്വേഷിച്ച് നടക്കും.
അവിടെ മുഴുവൻ തോണ്ടി എല്ലാം വലിച്ചുവാരിയിട്ട് എല്ലാ കലത്തിനകത്ത് നോക്കി കുടത്തിനകത്തൊക്കെ നോക്കി ഒരിടത്തും കണ്ടില്ല. ആകെ പ്രയാസമായി. രാവിലെ അയാള് ഇങ്ങനെ വെള്ളത്തിൽ വീണ കോഴിയെ പോലെയാണ് ഇയാള് കൊട്ടാരത്തിൽ പോയി, അല്ലെ? അയാൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ തൂക്കുന്നുണ്ടെങ്കിൽ ചിന്ത മുഴുവൻ ഇതാണ്, ആ ഒരെണ്ണം അവിടെ പോയി എന്റെ ഭാര്യ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തു കാണും എന്നൊക്കെയാണ് അത് ചിന്ത. അപ്പൊ മന്ത്രി പതുക്കെ വിളിച്ച് രാജാവിന്റെ അടുത്ത് പറഞ്ഞു, കണ്ട ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നെങ്ങനെയുണ്ട്, മനസ്സിലായല്ലോ, ഇതാണ് കുഴപ്പം, അല്ലെ? അതാണ് ഇന്ദ്രിയ തൃപ്തി എന്ന് പറയും. അപ്പോ നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല, അല്ലെ? ഇപ്പോ ഒരു ചാക്കരി നമ്മളിപ്പോ വെളിയിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ കിളികൾക്ക് വേണ്ടി വെക്കുകയാണെന്ന് വെച്ചോളൂ. അത് ആ കിളി ഒരു കിളികളോ കാക്കകളോ വന്ന് അവരെന്താ ചെയ്യുക? അവരുടെ ചുണ്ടിൽ കുത്താൻ പറ്റുന്നത് എടുത്തിട്ട് നേരെ അങ്ങ് അവരുടെ വീട്ടിനെ പോകും, അല്ലെ? അവരുടെ കൂട്ടിനകത്ത് പോയിട്ട് അവിടെ സന്തോഷമായിട്ടിരിക്കും, മക്കൾക്കൊക്കെ കൊടുത്ത് ഭാര്യയ്ക്ക് കൊടുത്തിട്ട് മിണ്ടാതിരിക്കും. ഇങ്ങനെ എല്ലാ കിളികളും വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് അവർക്ക് ഏതാണ്ട് ഒരു വർഷത്തോളം കഴിക്കാനുള്ള സാധനമുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നത് ഒരു മനുഷ്യനാണ്, അല്ലെ? അദ്ദേഹം എന്ത് ചെയ്യും? 4 പ്രാവശ്യം നോക്കും, അല്ലെ? 4 വട്ടം നോക്കിയിട്ട് ആരും ഇല്ല. ഈ ചാക്കോടെ കണ്ടി കൊണ്ടുപോകും, അല്ലെ? അദ്ദേഹം ഒരു ഇച്ചിരി പാത്രം എടുത്തിട്ട് പോഞ്ഞുകൊണ്ട് പോവോ? ഇല്ല, ആ ചാക്കോടെ പോഞ്ഞുണ്ട്. ഇതാണ് നമ്മുടെ അത്യാഗ്രഹം എന്ന് പറയുന്നത്. നമ്മളെ ആവശ്യത്തിൽ കൂടുതലാണ് നമ്മളെ ആഗ്രഹിക്കുന്നത്. അതാണ് ഇന്ദ്രിയ തൃപ്തി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നാം ഓടി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ വേണ്ടുമണ്ണം വിചാരിക്കാൻ പറ്റാത്തത്, അല്ലെ? അതാണ് ചുറ്റുപാട്. ഭഗവാന് ഏറ്റവും ഇഷ്ടം ഭക്തരെയാണ്. ഭക്തി കിട്ടാൻ വളരെ വിഷമമാണ്. ഭഗവാൻ അർജുനോട് പറയുന്നത് എന്താണ്? നീ എന്റെ ഭക്തനും സുഹൃത്തുമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രഹസ്യം നിന്നോട് പറയുന്നത്. ഭക്തരായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ശരിക്കും കിട്ടുകയുള്ളൂ, അല്ലേ? സാധാരണ ആൾക്കാർ ശ്രമിക്കുന്നത് ധനം ദേഹി, രൂപം ദേഹി, രൂപവതി, ഭാര്യ ദേഹി, യശസ് ദേഹി, ഇതൊക്കെയാണ്. നമുക്ക് വേണ്ടിയത് ഇതൊക്കെയാണ്, അല്ലെ? നാം എപ്പോഴും ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ്? എനിക്ക് ധനം വേണം, എനിക്ക് നല്ല സൗന്ദര്യമുള്ള ഭാര്യ വേണം, നല്ല പരിശുദ്ധമുള്ള ഭർത്താവിന് വേണം, അല്ലെ? അല്ലെങ്കിൽ ഒരു വീട് വേണം, അല്ലെ? ലോൺ വേണം എന്നൊക്കെ പറയും. അതിന്റെ പിന്നാലെ പോയി കണ്ടമാനം പ്രശ്നങ്ങളാണ്, അല്ലെ? അത് കാര്യം എന്താണ്? ഒരുപാട് കാര്യം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ശാസ്ത്രം എതിർക്കുന്ന സംഗതിയാണിത്, എക്സെപ്റ്റ് ഭക്തി. നാം, അല്ലെ, ഓഫീസില് 15-16 മണിക്കൂറൊക്കെ ജോലി ചെയ്യും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഓഫീസിൽ പോയാൽ തിരിച്ച് വരത്തേ ഇല്ല, അവിടെ തന്നെ ഇരിക്കും. രാത്രി 10-11 മണിയാകുമ്പോൾ തളർന്ന് ഒരു വഹയ്ക്കും കൊള്ളാതെ തിരിച്ച് കയറി വരുന്ന കണ്ടിട്ടില്ല ആൾക്കാരെ, അല്ലെ? അത്രയ്ക്ക് ജോലി ഉണ്ട് അവിടെ ഓഫീസില്. ഞാന് കഴിഞ്ഞ മാസം ഞാനൊരു ബാങ്ക് മാനേജറെ കണ്ടു. ഇവിടെ ആരും ബാങ്ക് മാനേജർ ഇല്ലെന്ന് തോന്നുന്നു, അല്ലെ? ഏറി വരും അല്ലേ? ആ ബാങ്ക് മാനേജർ പറഞ്ഞത്, ഞാൻ കുടുംബത്തിനെ കണ്ടിട്ട് കുറെ കാലമായിരുന്നു. അദ്ദേഹം രാവിലെ 8 മണിയാകുമ്പോൾ ഇറങ്ങും, അല്ലെ? 8 മണിക്ക് മുമ്പേ 7:30 സ്കൂൾ ബസ് വരും, അപ്പൊ പിള്ളേർ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ 8 മണിക്ക് ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അദ്ദേഹം കാർ എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 11-11:30 ബാങ്ക് മാനേജറാണ്, ചീഫ് മാനേജറാണ്. അദ്ദേഹത്തിന് 2-3 ബാങ്കിന്റെ ചാർജ് ഉണ്ട്, അല്ലെ? അത്രയ്ക്ക് ജോലിയാണെന്ന് പറയുന്നത്. 11-11:30 ആവും. ഞായറാഴ്ച പോലും അദ്ദേഹം ഓഫീസിൽ പോയി ജോലി ചെയ്യും. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് മാനേജർ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ, അതൊരു വലിയൊരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. പക്ഷെ അവരെ കഷ്ടപ്പാട് അവർക്കേ അറിയുള്ളൂ. അപ്പൊ എല്ലാവരും തന്നെ ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ കഷ്ടപ്പെടുകയാണ്. 16-17 മണിക്കൂറാണ്. 24 മണിക്കൂർ ഒരു ദിവസമുള്ളൂ, അല്ലെ? അതിൽ 16-17 മണിക്കൂർ എന്താണ് ചെയ്യുന്നത്? അവർ ജോലി ചെയ്യാണ്. എന്തിനാ കഷ്ടപ്പെടുന്നത്? അപ്പോ എന്താ പറയുന്നത്? 15 മണിക്ക് വീട്ടിലെത്തിയാൽ കഴിഞ്ഞാൽ 4 നമ്മൾ അവർ വീട്ടിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ എന്താ കഴിക്കുക? അവര് 4 അല്ലെങ്കിൽ 3 ചപ്പാത്തി, അതിൽ കഴിക്കാൻ പറ്റും, അല്ലെ? കഴിക്കാൻ പറ്റത്തില്ല. ഈ 4 ചപ്പാത്തി 5 ചപ്പാത്തിക്ക് വേണ്ടിയാണ് 16 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് ആലോചിച്ചു, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. 16 മണിക്കൂർ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ 4 ചപ്പാത്തിക്ക് വേണ്ടി? അപ്പോൾ നാം പറയും ഒരു 5 തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കണം. എനിക്ക് മാത്രം പോരാ, പിന്നെയോ എന്റെ ഈ തലമുറയ്ക്കും പിന്നെ അടുത്ത തലമുറയ്ക്കും അവന്റെ അടുത്ത തലമുറയ്ക്കും കൂടെ ഉണ്ടാക്കി വെക്കാനാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നാണ്. വല്ല ഉപയോഗമുണ്ടോ? അല്ലെ? ഒരാവശ്യമില്ല. ഒരാൾ വിചാരിച്ചത് മുഴുവൻ നശിപ്പിക്കാൻ പറ്റും, അല്ലെ? എല്ലാ കുടുംബത്തിലും അങ്ങനെ ഒരാൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് കുഴപ്പം. അതാര് തരുന്നതാ? ഭഗവാൻ കൊടുക്കുന്നതാണ്. നല്ല പുത്രനാണെങ്കിൽ അവന് വേണ്ടതൊക്കെ അവൻ ഉണ്ടായിക്കൊള്ളും. മോശം പുത്രനാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ അവൻ നശിപ്പിക്കും. അതെ, വെറുതെ ടെൻഷൻ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ ടെൻഷൻ വരുത്തി വെക്കാൻ നമ്മൾ, അല്ലെ? അപ്പൊ ഒരു ആചാര്യൻ ചോദിച്ചതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, അല്ലെ? അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ വിഷമിക്കണേ? സൊല്യൂഷനേ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വിഷമിക്കണേ? വീണ്ടും ചോദിച്ചു, സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്തിനാ വിഷമിക്കണേ? അല്ലെ? നമ്മൾ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നുകിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും,
അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ വെറുതെ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? രാത്രി കിടന്ന ഉറക്കം വരത്തില്ല. തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടന്ന് ഉറക്കം ഇല്ല അല്ലേ? 11 മണി അടിച്ചു, 12 മണി അടിച്ചു, 1 മണി അടിച്ചു, 2 മണി അടിച്ചു, പിന്നെ ഉറങ്ങിപ്പോയി അല്ലേ? പിന്നെ അടിയൊന്നും കേട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അലാറമാണ് കേട്ടത് അല്ലേ? അപ്പൊ 4:30 മണി. രാവിലെ 1:30 മണിക്കൂറായിരിക്കും ഒരാൾ ഉറങ്ങുന്നത്. എന്താ കാര്യം? ഈ വിഷമങ്ങളാണ്. ഓരോ വിഷമങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. നേരെ മറിച്ച് നമ്മൾ ആ സമയത്ത് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് മരുന്ന്. ഒരു ദിവസം ഒരു ഡോസ് എടുത്തു നോക്കുക, അപ്പൊ അറിയാൻ പറ്റും അല്ലെ. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 2 പ്രാവശ്യം ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞിട്ട് കിടക്കുക. പറഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാല് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആരോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. എന്ത് സുഖമാണത് അല്ലെ. അപ്പൊ അതാണ് സ്ലീപ്പിംഗ് പിൽസ്. ശാസ്ത്രം പറയുന്നു, ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല, കുറെയൊക്കെ സംഭവിക്കും, മാറ്റാൻ കഴിയില്ല. നമ്മുടെ കർമ്മം അനുസരിച്ച് കുറെയൊക്കെ സംഭവിച്ചു തന്നെ തീരണം. നമ്മളെ പണ്ടൊക്കെ ഒരുപാട് മുൻജന്മ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലതുണ്ട് ചീത്തയുണ്ട് അല്ലെ. അത് എല്ലാത്തിനും ഒരു മെച്യൂരിറ്റി പീരീഡ്. നമ്മൾ LIC പോളിസിയൊക്കെ മെച്യൂർ ആവുന്ന പോലെ അല്ലെ. ആ മെച്യൂരിറ്റി പീരീഡ് സമയത്ത് അത് മെച്യൂർ ആവും. നമ്മളത് അനുഭവിച്ച് തന്നെ തീരണം. നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്മ വരും അല്ലെ. അല്ല, മോശ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മോശപ്പെട്ട അത് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിന് ഒരു കാര്യവുമില്ല അല്ലെ. പക്ഷെ അതൊക്കെ കുറവ് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കഴിഞ്ഞാല് അതിനൊക്കെ കുറച്ചൊരു ഇളവ് വരും, ഒരു ഡിസ്കൗണ്ട് കിട്ടും. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖ ആനമ പായിനോ അവിദ്യ ഭാരത. ഭഗവാൻ അർജുനോട് പറയുകയാണ്, ഈ ശരീരം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ സുഖവും ദുഃഖവും ഒക്കെ വിന്ററും ശീതവും ഉഷ്ണവും പോലെയാണ്. വിന്ററും കുറച്ചുകൂടി ഞാൻ കഴിഞ്ഞ സമ്മർ വരും. നമുക്കത് നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. തണുപ്പ് കാലം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? ഭഗവാൻ പറയുന്നു പറ്റില്ല. അതുപോലെ ഈ ശരീരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖവും ദുഃഖവും വരും അല്ലെ. ഇപ്പൊ ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അത് മാറ്റാൻ പറ്റുമോ നമുക്ക്? ഇല്ല. മറിഞ്ഞ് വീശിക്കോ, കുഴപ്പമൊന്നുമില്ല. അതെ, ചൂട് വരും. കുറച്ച് കഴിഞ്ഞാലോ നല്ല തണുപ്പും വരും. ഇപ്പൊ തന്നെ രാത്രിക്ക് അല്ലെ, ചില സമയത്തൊക്കെ രാത്രി ഭയങ്കര അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ നല്ല അനുഭവം വന്നാലും ചീത്ത അനുഭവം വന്നാലും അത് വരേണ്ടതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് നമുക്ക് തടയാൻ പറ്റില്ലെന്നാണ് ഭഗവാനോട് പറയുന്നത് അല്ലെ. അന്ത്യകാലത്ത് ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ നാം ഭഗവാന്റെ സ്ഥലത്തെത്തും അല്ലെ. അവിടെ എങ്ങനെയാണ്? ചിന്താമണി പ്രകര സത്മസു കൽപ്പവൃക്ഷ അല്ലെ. വളരെ സുഖമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അവിടെ ചെന്ന് കഴിഞ്ഞാല് ഈ കൽപ്പവൃക്ഷങ്ങളുണ്ട്. അവിടെ ചെന്ന് നമുക്ക് എന്താ വേണ്ടേ? ലഡുവോ? 2 ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടനെ ആ കൽപ്പവൃക്ഷം ലഡു വരും അല്ലെ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കണം തോന്നി കഴിഞ്ഞാല് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ ചപ്പാത്തി കൈ കിട്ടും. അങ്ങനെയുള്ള സ്ഥലമാണ് എന്ത്? ഈ ഗോലോക വൃന്ദാവനം, വൈകുണ്ഠം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ പോയി സുഖമായിട്ട് ഇരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ബസ്സിൽ കയറി അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള വഴി വേണം നോക്കാനായിട്ട്. അതിന്റെ വഴികളാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. നഭദ്ഭാസേതേ സൂര്യോ ന ശശാങ്കോ ന ശാശാങ്ക ഭാഗവതേ യദ്ഗത്വന്ത് നിവൃത്തന്റെ തദ്ധാമ പരമമം. അതായത് ഭഗവാൻ പറയുകയാണ്, എന്റെ സ്ഥാനത്ത് വന്നാൽ അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, അങ്ങനെയൊന്നുമില്ല. എന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വെളിച്ചം പിന്നെയോ അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ ഒരിക്കലും തിരിച്ചു വരില്ല. ഭഗവാന്റെ ധാമത്തിൽ, അതായത് വൈകുണ്ഠ ലോകത്തോ ഗോലോക വൃന്ദാവനത്തിലോ എത്തിയാൽ നമുക്ക് തിരിച്ചു വരേണ്ടതില്ല. അതിനു മുമ്പേ ഉള്ള ഏത് ഗ്രഹത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു വീണ്ടും പുനർജനിക്കുക തന്നെ വേണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധി ഉണ്ടെങ്കിൽ നേരെ അടുത്ത ബസ് പിടിച്ച് നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാനായിട്ട് അല്ലെ. അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി ഇല്ല അല്ലെ. അങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് അവിടെ എങ്ങനെ വെളിച്ചം കിട്ടുക? ഭഗവാന്റെ വെളിച്ചം അല്ലെ. ആ പ്രകാശം മാത്രം മതി. അതാണ് നമ്മുടെ വെളിച്ചവും സൂര്യനും ചന്ദ്രനും എല്ലാം. ഇനി അന്തം ഗളിതം ഫലിതം മുണ്ടം ദശനഹിതം ജാതം ഗുണ്ടം വൃദ്ധോ യതി ഗൃഹത്വാ ദണ്ഡം തപ്തവിന മുച്ചം ആശാപിണ്ഡം. ശങ്കരാചാര്യ വീണ്ടും പറയാം. നമ്മൾ നേരത്തെ ശങ്കരാചാര്യ ഒരു ഇത് കേട്ടായിരുന്നു. ഒരു വയസ്സിനെ ചിത്രീകരിക്കുകയാണ് അല്ലെ. വയസ്സായി, തലയിൽ മുടിയില്ല, വായിൽ പല്ലില്ല, വടി കുത്തിപ്പിടിച്ച് നടക്കുന്നു അല്ലെ. ഈ ഒരവസ്ഥയിൽ പോലും ഇനിയും ജീവിക്കണമെന്ന ആശ അദ്ദേഹത്തിന് ഒഴിഞ്ഞു കിട്ടുന്നില്ല അല്ലെ. അതാണ് വാസ്തവം. വളരെ കറക്റ്റ് ആയിട്ടാണ് അവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിർബന്ധ കൃഷ്ണ സംബന്ധേ. അപ്പൊ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണനുമായിട്ട് സംബന്ധം ചെയ്യണം അല്ലെ. സംബന്ധിക്കണം അല്ലെങ്കിൽ ബന്ധിക്കണം. അല്ലെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ശ്രമയേവഹി കേവലമായി മാറിപ്പോകുന്ന അർത്ഥം അല്ലെ. ഭഗവാൻ ഒരിക്കലും പാർഷ്യലല്ല. പക്ഷേ സമ്മോഹം സർവഭൂതേഷു നമോ ദേശോസി ന പ്രിയ ഏ ഭജന്തി തു മാം ഭക്ത്യ മയി തേ തേഷു ചാപ്യഹം.
ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇതെല്ലാം ഭഗവാൻ പറഞ്ഞതാണ് അല്ലെ. ഇതെല്ലാം ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് 9ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ സമമാണ്, എനിക്ക് ആരോടും ദേഷ്യമോ അല്ലെങ്കിൽ പ്രിയമോ ഇല്ല. പക്ഷെ എന്നെ ഭജിക്കുന്ന ആളോട് എനിക്കൊരു കുറച്ചിഷ്ടം കൂടുതലാണെന്ന് അർത്ഥം. കേട്ടാ, നമ്മൾ എല്ലാവരും ഭഗവാന്റെ മക്കൾ തന്നെയാണ് അല്ലെ. പക്ഷേ എല്ലാവർക്കും ഭഗവാന് ഒരേപോലെയാണ്, അവിടെ പാർഷ്യാലിറ്റി ഇല്ല, വകഭേദമില്ല അല്ലെ. പക്ഷേ ആരാണോ ഭഗവാന്റെ നാമം ഭജിക്കുന്നത്, ആരാണോ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത്, അവരോടൊരു ഇച്ചിരി ഇഷ്ടം കൂടുതലാണെന്ന് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇച്ചിരി ഇഷ്ടം പിടിച്ചു പറിക്കാനല്ലേ ശ്രമിക്കേണ്ടത്. നമ്മൾ രക്ഷപ്പെട്ടില്ലേ അല്ലെ. ഇതിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു അമ്മ വെളിയിൽ പോയിട്ട്, നമ്മുടെ സമയമായോ? ഒരു 5 മിനിറ്റ് തരില്ലേ? എന്താണ്, ഒരു അമ്മ വെളിയിൽ പോയിട്ട് ഒരു 5 മുട്ടായി മേടിച്ചുകൊണ്ട് വരികയാണ്. അവർക്ക് 5 മക്കളുണ്ട്, 4 പെൺകുട്ടികളും 1 ആൺകുട്ടി. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ മുട്ടായി ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. കൊടുത്തപ്പോ എല്ലാവർക്കും ഓരോ മുറിയുണ്ട്. ഈ മുട്ടായി കൊണ്ട് ഒരൊറ്റ ഓട്ടമാണ്. കാരണം തട്ടിപ്പറിച്ച് അല്ലെ, മറ്റുള്ളവർ തട്ടിപ്പറിച്ചെന്ന് പറഞ്ഞത് അവർക്ക് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി അവര് എല്ലാവരും അവരവരുടെ മുട്ടായും കൊണ്ട് ഓടുകയാണ്. പക്ഷെ അതില് ഏറ്റവും ഇളയ ആ സന്തതി ഉണ്ടല്ലോ, ആൺകുട്ടി, അവിടെ നിന്നിട്ട് അമ്മ ഇങ്ങനെ നോക്കി. എല്ലാരും ഓടിയല്ലോ. എന്നിട്ട് അവൻ ആ മുട്ടായി അവിടെ നിന്ന് തൊലിച്ചിട്ട് ഒരു ഇച്ചിരി, ഇത്ര നീളമുള്ള മുട്ടായാണ്, അതൊരു ഇച്ചിരി ഇങ്ങനെ വായ്ക്കകത്ത് വെച്ച് കടിച്ചിട്ട് ഈ വായ്ക്കകത്ത് കിടക്കുന്ന നേരത്തെ അമ്മയുടെ വായ്ക്കകത്ത് ഇട്ട് കൊടുത്തു. നിങ്ങൾ എല്ലാവരും അമ്മമാരല്ലേ, ആ അമ്മയ്ക്ക് എന്തായിരിക്കും തോന്നിയത് അല്ലേ? ബാക്കി മൂത്തതല്ല അല്ലേ, അവരവരുടെ സന്തോഷത്തിന് ഓടും. ആ സമയത്ത് എന്നെ കുറിച്ച് ഒരു അല്പമെങ്കിലും ചിന്തയുള്ളത് ഈ കുഞ്ഞിന് മാത്രമല്ല, അയ്യോ അമ്മയ്ക്ക് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് അമ്മയ്ക്ക് ആ ചാളുവെ ഇതുപോലെ എല്ലാം കൂടി ചേർത്താണ് അമ്മയ്ക്ക് വായിക്കത്തിട്ട് കൊടുത്തു. അമ്മയ്ക്ക് എന്ത് രുചിയായിരിക്കും അത് അല്ലെ, എന്ത് സന്തോഷമായിരിക്കും. ആ കുഞ്ഞിനോടൊരു ഇച്ചിരി സ്നേഹം എന്തായിരുന്നാലും എപ്പോഴും ഉണ്ടാവില്ലേ? അത് ഇങ്ങനെ ഓടിപ്പോകുമ്പോ അവിടെ ഇങ്ങനെ തട്ടി വീഴും, എന്റെ കുഞ്ഞു അവിടെ എന്താ ഇരിക്കണം, ഒരു സ്കൂട്ടറിൽ പോകുന്നല്ലേ, തട്ടോ എന്നുള്ളൊരു ഭയം. എപ്പോഴും ഒരു കണ്ണ് അമ്മ ആർക്ക് വെച്ചേക്ക് മാറും. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഭഗവാന്റെ ആ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരല്പം ഭഗവാന് തിരിച്ചു കൊടുക്കുക സ്നേഹം അല്ലെ. നമ്മൾ എങ്ങനെയാ സ്നേഹം തിരിച്ചു കൊടുക്കുക അല്ലെ? നമുക്കൊരു 1 കോടി രൂപ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? നമ്മളെ ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? യെസ്, സ്മരിക്കണം. എങ്ങനെ സ്മരിക്കും? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ചും അവർക്ക് മര്യാദയ്ക്ക് പറഞ്ഞപ്പോ ഇങ്ങനെ കൈയൊക്കെ പൊക്കണമെന്ന് ചോദിച്ചു അല്ലെ, എന്ന് വിചാരിച്ചില്ലേ നമ്മള് അല്ലെ? എന്തിനാ കൈ പൊക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് വേറെ ഒരു ആശ്രയം ഇല്ല, അതുകൊണ്ടാണ് കൈയൊക്കെ പൊക്കുന്നത്. നമ്മളിപ്പോ ഒരു കാട്ടിൽ കൂടെ നടന്നു പോവാച്ചാല് പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ തോക്കൊക്കെ ചൂണ്ടിട്ട് നാട്ടി നമ്മൾ എന്ത് ചെയ്യും? എന്നെ കൊല്ലല്ലേ, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ പാവാണെന്ന് പറയില്ലേ? അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മളെ കൈ പൊങ്ങയില്ലയോ അല്ലേ? നമ്മളെ പോക്കറ്റിൽ നടക്കത്തില്ല അല്ലെ, ഇങ്ങനെ പൊക്കും. അതാണ് എന്താണ്, ഞാൻ ഒന്നും ചെയ്യുന്നു, ഞാൻ പാവമാണ്, എന്നെ രക്ഷിക്കണേന്ന് പറയാം. അതാണ് ഭഗവാൻ നമ്മൾ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഭഗവാനെ കാണുമ്പോ എനിക്ക് ഭഗവാനെ അല്ലാതെ വേറെ ആരും തന്നെ എനിക്ക് അതിന്റെ ആശ്രയമായിട്ടില്ല. ദ്രൗപദി എന്താ ചെയ്തത്? ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ കഥ. ആ സമയത്ത് ദ്രൗപദി എന്താ ചെയ്തത്? ഭഗവാനെ വിളിക്കുകയാണ്, ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറയാണ്. ആര്? ദ്രൗപദി അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞു, അപ്പൊ ലക്ഷ്മി ദേവി പറഞ്ഞു, മനുഷ്യ ഇതേ ഒരു കൊച്ചടക്കം വിളിക്കണല്ലേ, പൊക്കോടെ ഇത് പോയി രക്ഷപ്പെടുത്താനെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, വരട്ടെ, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? ഒരു കൈ ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, മുണ്ടിൽ സാരിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ഭഗവാനെ വിളിച്ചോണ്ടിരുന്നത്. ഭഗവാൻ അപ്പോ ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ട്, ഇതിലൊന്നും സംഭവിക്കില്ല അല്ലെ, എന്നെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ഇച്ചിരി അഹങ്കാരം ആ ദ്രൗപദിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വിളിച്ചത് അല്ലെ. ഭഗവാൻ എന്തിനാ വെയിറ്റ് ചെയ്തത്? മറ്റേ കൈ കൊണ്ട് വിടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. 2 കൈ എനിക്കിന്ന് വേറെ ആരുമില്ല. അവൻ ദുശാസനം ബലമായിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് വിട്ടിട്ട് 2 കൈയും വിട്ടിട്ട് വിളിച്ചപ്പോഴാണ് ഭഗവാൻ ഓടി എന്നൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന് ഇട്ടു കൊടുത്തു അല്ലെ. ആ ദുശാസനം വലിച്ചിട്ടും തീരുന്നില്ല, ഇങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവനവിടെ ബോധം കെട്ട് അപ്പുറത്ത് തന്നെ വീണു. ആര്? ദുശാസനൻ. അതാണ് ഭഗവാൻ. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ എന്തിനു ചെയ്യുന്നത്? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ എന്തിനാ കൈപോക്കുന്നത്? ശരി, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൈപോക്കുന്നത്. ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയമില്ല എന്നത് സംരക്ഷിച്ചാലും എന്നാ പറയാം. നമുക്ക് ഭക്തി കൂടണമെങ്കിൽ നമ്മൾ എന്താണ്, വൈഷ്ണവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. അവൈഷ്ണവ മുഖോദ്ഗീർണം ദൂരം ഹരികഥാമൃതം ശ്രവണം ന കർത്തവ്യം സർപ്പോശിഷ്ടം പയോയഥ എന്ന് പറയും. അതായത്
വിഷ്ണു ഭക്തരല്ലാത്ത ആളുടെ അടുത്ത് നിന്ന് കേൾക്കുകയാണെങ്കിൽ അത് സർപ്പം കുടിച്ച പാൽ പോലെയാണെന്നാണ്. അതായത് നമ്മള് യഥാർത്ഥമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വേണം കേൾക്കാനായിട്ട്. നമ്മുടെ ശ്രീല പ്രഭുപാദനൊക്കെ പറയുന്നത്, ഈ ബുക്ക് എഴുതിയ ആള് അല്ലെ, ഇവിടെ ഉണ്ട്, ആ ശ്രീ പ്രഭുപാദിന്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ആ ഒരു പരമ്പരയിൽ, ഗുരു പരമ്പരയിൽ വന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് വേണം നമ്മൾ ശ്രദ്ധിക്കാനെന്നാണ് അവിടെ പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. സമയമായോ? വിഷമിച്ചോ? ഇല്ല. കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. അത് മതി. ഇനി ഞാൻ ഇവിടെ ഇരിക്കാം. അടുത്ത 2 മണിക്ക് ഇരുന്നാലും കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ഓക്കെ. മമയോനീർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ത്യാഗം. അതായത് സംഭവ സർവഭൂതാനാം തതു ഭവതി ഭാരത. മനസ്സ് വെറുതെ കിടന്നാൽ അവിടെ ആര് കയറിയിരിക്കും? ചെകുത്താൻ കയറിയിരിക്കും അല്ലെ. അതിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും വേണം. ഭഗവാൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഭഗവത്ഗീതയെ അവതരിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. ഭഗവത്ഗീതയുടെ ആദ്യത്തെ 5 അധ്യായങ്ങൾ എന്റെ 5 തലകളാണ് അല്ലെ. അങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്ര തസ്യ നാമാനി യാനി കർമാണി ഏകം തസ്യ ദേവസ്യ സേവ എന്ന് പറയുന്നുണ്ട്. എന്താണ്? ദേവകീ പുത്രനായ ഭഗവാൻ കൃഷ്ണനിൽ നിന്നും വരുന്ന ഈ ഭഗവത്ഗീതയാണ് നമ്മുടെ ഒരേ ഒരു പുണ്യഗ്രന്ഥം അല്ലെ. ദേവകീ പുത്രനായ ഭഗവാൻ കൃഷ്ണനാണ് നമ്മുടെ ഒരേ ഒരു ആരാധ്യ പുരുഷൻ. ഭഗവാന്റെ നാമങ്ങളാണ് നമ്മുടെ ഒരേ ഒരു മന്ത്രം. ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഭക്തിയുത സേവനമാണ് നമ്മുടെ ഒരേ ഒരു കർമ്മം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എങ്ങനെയാണ് ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്ന് വേണം ചിന്തിക്കാനായിട്ട് അല്ലെ. ഇന്നലെ ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കി കൊടുത്തത് അല്ലെ. ഇന്നിപ്പോ ഞാൻ എന്തുണ്ടാക്കിയാലായിരിക്കും ഭഗവാൻ ഇഷ്ടപ്പെടുക. ഈ രാധാറാണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? രാധാറാണി ആരാണ്? ഭഗവാന്റെ കൂട്ടുകാരിയാണ്, കാമുകിയാണ് അല്ലെ. ഭാര്യ ആയിട്ടില്ല. അതാണ് നമുക്ക് അത്രയ്ക്ക് പിടിക്കാത്തത്. കേരളത്തിലുള്ളവർക്ക് മാത്രമേ ആ കുഴപ്പമുള്ളൂ, വേറെ ആർക്കും ആ കുഴപ്പമില്ല അല്ലേ. ആര് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്നാണ് പറയാ. ഇതൊക്കെ ആര് പറയുന്നു? നമ്മളാര് അല്ലേ? വി ആർ നോബഡി. അതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യത നമുക്കില്ല. കാരണം നമുക്ക് അത് അവരുടെ ബന്ധം അറിയാൻ പറ്റില്ല. എന്താണ്, ഒരു കുറെ ഭക്തന്മാര് ഒരു നദീ തീരത്ത് വന്നിട്ട് അവിടെ അങ്ങനെ വള്ളമില്ല, അക്കരെ കിടക്കാനായിട്ട് വള്ളമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സന്യാസി അതുവഴി വന്നപ്പോ പറഞ്ഞു, നിങ്ങളൊരു സത്യം പറഞ്ഞാല് ഇത് വഴി മാറിത്തരുമെന്ന്. എന്ത് സത്യം പറയണം? ഭഗവാൻ ഇപ്പോഴും ബ്രഹ്മചാരിയാണ്. ഇത്രയും ആൾക്കാരൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഈ പറയണത്. ഭഗവാൻ ബ്രഹ്മചാരിയാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഈ അവിടെ നിന്ന് ഗ്രാമീണരൊക്കെ കയറുമ്പോൾ അത് ഒരിക്കലും നടക്കൂല അല്ലേ. ഇത്രയും ആൾക്കാരെ കല്യാണം കഴിച്ചിട്ട് ബ്രഹ്മചാരി എന്ന് പറഞ്ഞ എങ്ങനെയാണ് അല്ലെ. എന്നാലും അവരിങ്ങനെ പറഞ്ഞു നോക്കാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ഈ നദി അങ്ങോട്ട് വഴി മാറിയിട്ട് അവർക്ക് വഴി കൊടുത്തു. അപ്പൊ എന്താണ് സത്യം അല്ലേ? അതാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് വലിയ പാടായിരിക്കും. അത് നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങി കുളിച്ചാലേ നമുക്കതിന്റെ സത്ത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലെ. കാര്യം നമ്മുടെ എല്ലാവരുടെയും പരംപിതാവാണ് അദ്ദേഹം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രമാണ്. അതിന്റെ ഉടമസ്ഥനായ ആത്മാവ് ക്ഷേത്രത്തിനും ഹൃദയത്തിൽ ഭഗവാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അതായത് ഒരു ക്ഷേത്രം നമ്മുടെ മനസ്സിൽ കാണുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗുരുവായൂരമ്പലം, ചുറ്റമ്പലം, ശ്രീകോവിൽ, ചുറ്റമ്പലത്തിലേക്ക് കടക്കാനായി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം അല്ലെ. പക്ഷെ ആ ശ്രീകോവിലിന്റെ അകത്ത് എത്തിയാൽ അവിടെ ജയവിജയന്മാർ നിൽക്കുന്നുണ്ടാവും. അവർ നമ്മളെ അകത്തേക്ക് വിടില്ല. ശ്രീകോവിൽ വളരെ പരിശുദ്ധവും ക്ഷേത്രം പരിശുദ്ധവും അവർ സൂക്ഷിക്കുന്നു എന്നർത്ഥം. അതായത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ശ്രീകോവിൽ പോലെയാണ്, ക്ഷേത്രം പോലെയാണ്. കാര്യം എന്താണ്? അതിനകത്ത് ആരിപ്പുണ്ട്? ഭഗവാൻ ഇരിപ്പുണ്ട്. അതിനകത്ത് നിറച്ച് അഴുക്കായതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് അല്ലെ. ആ അഴുക്കുകളൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ഭഗവാനെ തീർച്ചയായിട്ടും കാണാൻ പറ്റും അല്ലെ. നമ്മുടെ ശരീരം ക്ഷേത്രമാണ്. ഇതെന്റെ കഴിഞ്ഞിട്ടുണ്ട്. നാരദ മുനി ഒരു ദിവസം ഭഗവാനോട് ചോദിക്കുകയാണ്, താഴെ ഒരു ചെരുപ്പ് കുത്തിയുണ്ട്, ഒരു ബ്രാഹ്മണനുമുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ കലക്കി കുടിച്ചിരിക്കുന്ന ഒരാളാണ്. എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന ഒരാളാണ്. അയാൾ അതിന്റെ പണ്ഡിതനാണ്. അയാൾ ഭയങ്കര പണ്ഡിതനാണ്, ശാസ്ത്ര പണ്ഡിതനാണ്. അപ്പോ ഇവർ രണ്ടുപേരോടും ചോദിക്കുകയാണ്, രണ്ടുപേരെയും കുറിച്ച് ഭഗവാനോട് ചോദിക്കണം, ഭഗവാനെ ഇത് ആരുടെ അവസാന ജന്മമാണ്? ഈ ചെരുപ്പൂത്തിയുടെ ആണോ അതോ എന്താണ് ഈ ബ്രാഹ്മണന്റെ ആണോ എന്ന് ചോദിക്കും. അപ്പൊ നാരദൻ എന്താ മനസ്സിൽ വിചാരിക്കണേ? അദ്ദേഹം ബ്രാഹ്മണനാണെന്ന് പറയും എന്ന് വിചാരിച്ചിരിക്കാം. അപ്പോ ഭഗവാൻ പറഞ്ഞു,
ആ ബ്രാഹ്മണൻ ഇനി രണ്ടു മൂന്ന് കുറെ ജന്മങ്ങളും കൂടി എടുക്കേണ്ടി വരും. പക്ഷെ ചെരുപ്പൂത്തിക്ക് ഇത് അവസാനത്തെ ജന്മമാണ്. അതെങ്ങനെ സംഭവിക്കും? ഈ വൃത്തിയുടെ ചെരുപ്പിലൊക്കെ ഒരാൾ കൈകൊണ്ടിരിക്കണം അല്ലെ, കൈ കൊണ്ടിങ്ങനെ അയാള് കൈയൊക്കെ നോക്കിക്കുക, എന്ത് വൃത്തികേടാണ് അല്ലെ, അയാളെ ശരീരം മുഴുവൻ മണ്ണും കൂടിയാണ്, വല്ലവരെയൊക്കെ ചെരുപ്പിന്റെ അഴുക്കാണ് അത് മുഴുവൻ അല്ലെ. അപ്പൊ ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് അവർ രണ്ടുപേരെയും കണ്ടിട്ട് വാ. നീ അവിടെ ചെല്ലുമ്പോ അവര് ചോദിക്കും, നീ ഭഗവാൻ അല്ല നാരദ മുനി അവിടുന്ന് ആണല്ലോ വരുന്നത് അല്ലെ, അപ്പൊ ഭഗവാൻ അവിടെ എന്തെടുക്കുകയാണെന്ന് അവർ ചോദിക്കും. ചോദിക്കുമ്പോ നീ പറയണം, ഞാൻ ഇവിടെ ഒരു ആനയെ ഒരു സൂചിക്കുഴയിലൂടെ ഇങ്ങനെ കൊരുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം അല്ലേ. എന്ത് മണ്ടത്തരാന്ന് പറഞ്ഞല്ലേ. ഒരു സൂചിക്കുഴയിലൂടെ ഒരു ആനയെ വലിച്ചു കയറ്റാൻ പറ്റുമോ? പറ്റുന്നില്ലല്ലോ. നാരദന് ചിരിച്ചു, വയസ്സായെന്ന് തോന്നുന്നു, വട്ടായെന്ന് തോന്നുന്നു അല്ലേ, ഭഗവാൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ എന്തായിരുന്നാലും ഭഗവാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞ അദ്ദേഹം താഴോട്ട് വരികയാണ്. താഴെ വന്നിട്ട് ആദ്യം ഈ ബ്രാഹ്മണന്റെ അടുത്ത് പോയി. നാരദർക്ക് ബ്രാഹ്മണനോടാണ് കുറച്ച് കൂടുതൽ താല്പര്യം, അതുകൊണ്ട് ആദ്യം നേരെ അവിടെ പോയി ബ്രാഹ്മണന്റെ അടുത്ത്. അപ്പൊ ബ്രാഹ്മണന്റെ അടുത്ത് അവിടെ ചെന്നപ്പോ മഹാമുനി വന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് ഭൂഷണായെന്ന് പറഞ്ഞ് കസരയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തി കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്, പഴവും വെള്ളമൊക്കെ കൊടുത്തിട്ട് ആദരവൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു, അങ്ങ് ഭഗവാനെ കണ്ടിട്ടില്ലേ വന്നേ, ഇങ്ങോട്ട് വന്നപ്പോ ഭഗവാൻ അവിടെ എന്തെടുക്കുമായിരുന്നു? അപ്പൊ ശരിയാണ്, ഇയാൾ അത് തന്നെ ചോദിക്കാമല്ലോ അല്ലെ. അപ്പോ നാരദ മുനി പറഞ്ഞു, അതൊരു രസമായിട്ടുള്ള കാര്യമാണ്, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഭഗവാൻ അവിടെ ഒരു സൂചിക്കുഴയിലൂടെ ആനയെ കൊടുത്തോണ്ടിരിക്കുവാണ്. അയ്യയ്യയ്യേ, എന്ത് മണ്ടത്തരമാണ് ഭഗവാൻ കാണിക്കുന്നത് അല്ലെ. നാരദർ വിചാരിച്ചതുപോലെ തന്നെ ആർക്ക് തോന്നി? ഈ ബ്രാഹ്മണർക്കും തോന്നി. എന്താ തോന്നി? അത് നടക്കാത്ത കാര്യം, ഇത് എന്തോ കുഴപ്പമുണ്ടല്ലേ, ഭഗവാൻ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആർക്ക് തോന്നി? ഈ ബ്രാഹ്മണന് തോന്നി. അപ്പൊ ബ്രാഹ്മണന്റെ ആ ഉത്തരം കണ്ടിട്ട് അദ്ദേഹം അവിടുന്ന് പോവാണ് അല്ലെ. അതൊന്നും നടക്കാത്ത കാര്യം പറഞ്ഞു, അസംഭവിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത് പോയി ചെരുപ്പ് കുത്തിയെടുത്ത് പോകും. ചെരുപ്പ് കുത്തിയെടുത്ത് ചെന്നപ്പോ ചെരുപ്പ് കുത്തി അന്തം വിട്ടു. ഇങ്ങനെ ഒരു നാരദ മുനിയെ ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല അല്ലെ. എവിടെ ഇരുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു പാത്രമൊക്കെ ഒരു പലവയൊക്കെ കൊണ്ടുകൊടുത്ത് അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒന്ന് ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു അല്ലെ. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങ് ഇങ്ങോട്ട് വരുമ്പോ ഭഗവാൻ അവിടെ എന്തെടുക്കുമായിരുന്നു ഒന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുന്നു. അപ്പൊ പറഞ്ഞു, അതൊരു ഭയങ്കര രസമാണ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഭഗവാൻ അവിടെ ഒരു ആനയെ ഇങ്ങനെ ഒരു സൂചിക്കുഴയിലൂടെ ഇങ്ങനെ കൊരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ, ഭഗവാൻ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളുണ്ടോ? ഞാൻ ഈ ഇരിക്കുന്ന ഒരു ആലിന്റെ മൂട്ടിലാണ്. ഒരു ഇച്ചിരിയുള്ള ഒരു വിത്തിൽ നിന്നാണ് ഇത്രയും വലിയ ഒരു ആൽമരത്തിനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഭഗവാൻ ഒരു സൂചിക്കുഴയിലൂടെ ആന എടുക്കാൻ എന്ത് എളുപ്പമാണ് എന്നാണ് ആര് പറഞ്ഞത്? ആ ചെരുപ്പ് കുത്തി പറഞ്ഞു അല്ലേ. അപ്പോ നമുക്ക് മനസ്സിലാക്കാം ഭഗവാനോടുള്ള ഭക്തി ആർക്കാണ് കൂടുതൽ. മറ്റേ അദ്ദേഹം പണ്ഡിതനാണ്, വിദ്വാനാണ്, പക്ഷേ അദ്ദേഹം യഥാർത്ഥമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയിട്ടില്ല അല്ലെ. ഭഗവാന് എന്തും സാധിക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഭയങ്കര പണ്ഡിതനാണ്. ഏതെങ്കിലുമൊക്കെ ഒരു ശ്ലോകം പറഞ്ഞാൽ പച്ചവെള്ളം പോലെ നമുക്ക് കാണാതെ എല്ലാം അർത്ഥമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഭഗവാനെ കുറിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കിയത് എത്രയേ ഉള്ളൂ എന്ന് അല്ലെ. അവിടെയാണ് ഭക്തിയുടെ അളക്കം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഭക്തി എങ്ങനെ അളക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ മനസ്സിലായല്ലേ? അപ്പോ ഭഗവാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ചെരുപ്പ് കുത്തിക്ക് ഇതും കൂടെ ഉള്ളൂ, ഈ ഒരു അല്ലെ. അദ്ദേഹം ഈ അഴുക്കാണ് എടുക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ഭഗവാന്റെ ഹൃദയത്തിനകത്താണ് അല്ലെ. എപ്പോഴും സദാ ഹരിയായിട്ടിരിക്കുന്ന ഒരാളാണ് ആര്? ചെരുപ്പ് കുത്തി. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോ പറഞ്ഞതിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയം ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്നുണ്ടെങ്കിലോ അല്ലെ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് അറിയാവുന്നതാണെന്നെങ്കിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഏത് നാമമാണ് നമ്മൾ ഈ കലികാലത്തിൽ ജപിക്കേണ്ടത്? പ്രഭു ചോദിക്കുകയാണ്, ഏത് നാമമാണ് കലികാലത്തിൽ ജപിക്കേണ്ടത്? കലികാലത്തില് ഹരേ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലവും നാസ്തൈവ ഗതിർ അന്യത എന്നാണ്. അതായത് കലവും നാസ്തൈവ, കലവ് എന്ന് പറഞ്ഞാൽ കലിയുഗത്തില് മറ്റൊരു മന്ത്രം പറഞ്ഞാലും ഒരു ഗതിയും കിട്ടത്തില്ല അല്ലെ. അന്യഥ ഒരു ഗതിയും, ഗതിർ അന്യത എന്ന് പറയും. അതായത് ഹരേർ നാമം, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ആ ഒരു നാമമാണ് നമ്മൾ ജപിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ചില ക്ഷേത്രങ്ങളിൽ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. 1008 ഭാര്യമാരുണ്ടെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നത് എങ്ങനെയാണ് പവിത്രനായത്? ഇത് തമ്മിൽ ബന്ധമില്ല എന്നുള്ളത്
എങ്ങനെയാണ് തെളിയിക്കുന്നത്? നമുക്കത് തെളിയിക്കാനായിട്ട് പ്രഭുവിന്റെ ചോദ്യം 1008 ഭാര്യമാരുള്ള ഭഗവാനെ അല്ലേ പവിത്രമാണെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതെങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്ന്. ആ തെളിയിക്കാൻ പറ്റിയ ഒരു കഥയാണ് പ്രഭു ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ആ ഭക്തന്മാര് അവിടെ വന്നിട്ട് പറയാൻ പറഞ്ഞു. ഒരു ആചാര്യനാണ് പറഞ്ഞു കൊടുത്തത്, ഒരു സന്യാസിയാണ് പറഞ്ഞു കൊടുത്തത്, നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്ക്, അത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് വഴി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത്, ഭഗവാൻ കൃഷ്ണൻ ഇപ്പോഴും ബ്രഹ്മചാരിയായി തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തരണേന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നദി അങ്ങോട്ട് മാറി. പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ഒരു തെളിവാണ് അല്ലെ. അങ്ങനെ ഒത്തിരി കഥകളുണ്ട് പ്രഭു. കാര്യം ഭഗവാൻ എന്ന് വെച്ചാൽ ഇത് എല്ലാ ക്രിയേഷനും ഭഗവാനാണ്, ഭഗവാന്റെ ക്രിയേഷൻസ് ആണ്. നമ്മളുടെയൊക്കെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതായത് നമ്മുടെ എല്ലാവരും സേവകരാണ്. ആരുടെ സേവകരാണ്? ഭഗവാന്റെ സേവകരാണ് അല്ലെ. നമ്മള് 33 കോടി ദൈവങ്ങളെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പൂജാമുറി ചെന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ. കാര്യം നമുക്ക് പേടിയാണ്, ഒരാളെ എങ്ങനെ ഒഴിവാക്കിയാൽ അവർക്ക് ഇനി ദേഷ്യം എങ്ങനെ വന്നാലോ എന്നല്ലേ, ഇനി അവരെങ്ങനെ ശപിച്ചാലോ അല്ലെ. നമുക്ക് ഉള്ളത് തന്നെ ശപമാണ്, ഇനി അതിന്റെ ശാപം കൂടെ വയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലെ. പക്ഷേ ഇവരെല്ലാവരും തന്നെ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലെ. ഇലക്ട്രിസിറ്റി മന്ത്രിയുണ്ട്, വാട്ടർ മന്ത്രിയുണ്ട്, അങ്ങനെ റെയിൽവേ മന്ത്രിയുണ്ട്, അങ്ങനെ എല്ലാത്തിനും ഓരോ മന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ ഓരോ പദവികളുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ മന്ത്രിമാരില്ലേ ഇവിടെ അല്ലെ. ഈ നമ്മള് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കണമെങ്കിൽ ഈ മന്ത്രിമാരെയൊക്കെ പുറകെ നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പുറകെ നടക്കേണ്ടി വരും. ഇപ്പോ നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം നടക്കണം പ്രഭു അല്ലെ? ഒരു 10-25 പ്രാവശ്യങ്ങൾ നടക്കേണ്ടി വരും അല്ലെ. അവസാനമാണ് നമുക്കത് കിട്ടുക. നേരെ മറിച്ച് നമ്മുടെ പോക്കറ്റിനകത്ത് മോദിജി ഉണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മോദിജി നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മോദിജി എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ പറയും, അയ്യോ എനിക്ക് ഇലക്ട്രിസിറ്റി കിട്ടിയില്ല കേട്ടോ, എനിക്ക് ആ ഇലക്ട്രിസിറ്റി വേണമായിരുന്നു എന്ന് പറയും അല്ലെ. വേണമെന്ന് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇവിടുത്തെ മിനിസ്റ്ററും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ നിൽക്കും അല്ലെ. അങ്ങക്ക് ഇലക്ട്രിസിറ്റി വേണോ? എപ്പോ വേണം? ഇപ്പൊ കണക്ട് ചെയ്യണോ ചോദിക്കും അവര്. നമ്മൾ നടക്കാൻ വേണ്ട, ഒന്നും വേണ്ട, പേപ്പറും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, മനസ്സിലായില്ലേ? പേപ്പർ അത് നമ്മളെ വീട്ടിൽ വരും. അതാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും തന്നെ ഭഗവാന്റെ കൃഷ്ണന്റെ ആജ്ഞാവർത്തികളാണ്. അവരെല്ലാവരും സേവകരാണ്, അവരെല്ലാവരും ഓരോ പോസ്റ്റാണ്. ഈ പറയുന്നതെല്ലാം ഇപ്പൊ ഇന്ദ്രനാണെങ്കിലും അല്ലെ, വരുണനാണെങ്കിലും, ഏതൊരു ദേവനാണെങ്കിലും ഈ 33 കോടി ദൈവങ്ങളും ഓരോ സ്ഥാനങ്ങളാണ്. ഭാഗവതത്തിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓരോ സ്ഥാനങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ നാളെ ഇന്ദ്രനാവാം, നമുക്ക് വേണമെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദേവനാവാൻ പറ്റും, നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെ. കാരണം ഓരോ യുഗം കഴിയുന്തോറും ഇവരെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും, മാറ്റിക്കൊണ്ടിരിക്കും. മനസ്സിലല്ലേ ബ്രോ? അപ്പൊ നമ്മള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഏറ്റവും മുകളിലുള്ള ആളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. വേറെ ആർക്കും ശക്തിയില്ല എന്നുള്ളതല്ലേ, എല്ലാവർക്കും അവരുടേതായ ശക്തിയുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് ഗോലോക വൃന്ദാവനത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ താമസത്തിൽ പോകും. നമ്മളെല്ലാവരും അവിടെ നിന്ന് വന്നവരാ അല്ലെ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, 4-1 ആൾക്കാരെ ഈ ഭൂമണ്ഡലത്തിലേ ഉള്ളൂ. ബാക്കി എല്ലാവരും 3/4 ആൾക്കാർ അവിടെയാണ് കിടക്കുക. കുറച്ച് ആൾക്കാർ, നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാരെ എന്തോ കണ്ണെന്തെങ്കിലും കാണിച്ചിട്ട് നമ്മൾ താഴോട്ട് വന്നതാണ് അല്ലെ. നമ്മൾ അവിടെ പോയി എന്തോ പറഞ്ഞിട്ട് അല്ലെ വഴക്കടിച്ച് താഴോട്ട് വന്ന ആൾക്കാരാണ് നമ്മള്. ഈ ജന്മാന്തരങ്ങളായിരുന്നു കിടക്കുന്നത്. കാര്യം എന്താണ്? നമുക്ക് മനസ്സിലായിട്ടില്ല തിരിച്ചു പോകേണ്ട ആവശ്യം എന്താണ്. അതെന്തെങ്കിലും ഒരാൾ വന്ന് നമ്മളോട് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും തിരിച്ചു പോകാനുള്ള വഴി നമുക്ക് കിട്ടുക. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? അപ്പൊ നമുക്കിവിടെ നിർത്താമോ? ഇന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഹരേ കൃഷ്ണ. ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നേരം ഈ ചൂടത്ത് വീശി ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നതിൽ ആ മനസ്സിന് ഞാൻ നമിക്കുന്നു അല്ലെ. ഇനിയും ഇതുപോലെ കേൾക്കാനുള്ള അവസരം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വരും അല്ലെ. നമ്മൾ അതിന് എപ്പോഴും റെഡി ആയിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളെ ബോധിപ്പിക്കാനുള്ളതാണ് നമ്മുടെ താല്പര്യം. അതിന് ഒരു അവസരം തന്ന ഈ ക്ഷേത്രപാതകൾക്ക് വീണ്ടും ഞാൻ നന്ദി പറയാണ്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ദണ്ഡവത് നമസ്കാരം. ഹരേ കൃഷ്ണ.